بسم الله الرحمن الرحيم മാർക്കസ് പബ്ലിക്കേഷൻ സമകാലിക സമൂഹത്തിന് പുതിയ അറിവനുഭവങ്ങൾ പകർന്നു നൽകാൻ മാർക്കസ് ഒരുക്കുന്ന വിജ്ഞാന തീരം. അനുവാചക ലോകത്തിന് ആവശ്യമായതെന്തും ആധികാരിക സ്രോതസ്സിൽ നിന്നും ആദായ വിലയിൽ ലഭിക്കുന്ന പ്രസിദ്ധീകരണ കേന്ദ്രം മാർക്കസ് പബ്ലിക്കേഷൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു ആ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ധരണി ഞാൻ എല്ലാ മുസ്ലിമീക്കും മുതഅല്ലിമീക്കും വേണ്ടി വായിക്കാൻ. ഞാൻ എന്റെ മകനോട് ഈ അടുത്ത് പറഞ്ഞിട്ട് തീർത്തും നീ ശരിക്കും നോക്കി വെക്കണം, എല്ലാ മുതഅല്ലിമീങ്ങളും നോക്കണം. ബഹുമാനപ്പെട്ടവർ ഒരു വിഷയം പറയുന്നു, ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുന്ന ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇതൊന്നും നമ്മൾ ഇഷ്ടപ്പെട്ട വിഷയമല്ല. പക്ഷേ ഈ നിലക്ക് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് പറയാതിരിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മൻ തറക്കൽ മിറാഅ വഹുവ മുബ്തിലുൻ ബനല്ലാഹു ലഹു ബൈതൻ ഫീ റബ്ദിൽ ജന്ന. ഒരാൾ തെറ്റായ വാദമാണ് അയാൾക്കുള്ളത്, അതുകൊണ്ട് ഞാനൊരു തർക്കത്തിനും വിവാദത്തിനും ഇല്ല, എന്റെ ആശയം തെറ്റല്ലേ എന്ന നിലക്കൊരു മനുഷ്യനത് ഉപേക്ഷിച്ചാൽ അവൻ അല്ലാഹു തആല സ്വർഗത്തിൽ വീട് കൊടുക്കും. വമൻ തറക്കൽ മിറാഅ, വല്ലവനും തർക്കങ്ങൾ ഒഴിവാക്കിയാൽ വഹുവ മുഹിഖുൻ, വാസ്തവത്തിൽ അവൻ ഹക്ക് പറയുന്നവൻ തന്നെയാണ്. എന്നാലും പരമാവധി വിവാദം വേണ്ടാന്ന് വെച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫീ അലൽ ജന്ന, സ്വർഗത്തിന്റെ മേലെ അല്ലാഹു തആല വീട് കൊടുക്കും. പരമാവധി വിവാദമില്ലാതെ ഒപ്പിക്കണം എന്നാണ് നമ്മളൊക്കെ എപ്പോഴും ശ്രമിക്കുക, കാന്തപുര ഉസ്താദ് പ്രത്യേകിച്ചു. പക്ഷേ ഈ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിച്ചാൽ മുഅ്മിനീങ്ങൾ ഈമാൻ തെറ്റിപ്പോകൂലേ? അപ്പൊ നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സലാം ചോദ്യം ചെയ്തതുപോലെ ആയി പോകൂലേ? സുഹൃത്തുക്കളെ, എന്നാൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഈ പാചകം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാണ്, വലാ യംബഗി അൻ യഖദക ശൈത്താനു, പിശാച് നിന്നെ ചിലപ്പോ പറ്റിക്കും. വയഖൂലു ലക, നിന്നോട് പിശാച് പറയും, അദ്ഹിരിൽ ഹഖ വലാ തുദാഹിൻ ഫീഹി, നീ സത്യം പറ, നീ ആരെയും സോപ്പിടണ്ട എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ഇല്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കാൻ നിന്നെ ശൈത്താൻ പ്രേരിപ്പിക്കും. ഫൈന ശൈത്താന അബദൻ യസ്തജിറുൽ ഹംഖാ ഇല ശരി ഫീ മാരിലിൽ ഖൈരി, നല്ല വിഷയായത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലപ്പോഴും ശൈത്താൻ നിന്നെ കൊണ്ടുപോയി അതാ പറ്റിക്കാൻ ശ്രമിക്കുക. ശൈത്താന്റെ പരിപാടിയാണ്. ഫലാതകുൻ ളുഹഖതൻ ലിശൈത്താനി ഫയസ്ഖറ ബിക, ശൈത്താൻ നിന്നെ കൊണ്ട് കളിപ്പിക്കുന്നത് നോക്കി ചിരിക്കാനുള്ള വേദി നീ ഉണ്ടാക്കരുത് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഫൈലാറുൽ ഹഖി ഹസനുൻ, ഹക്ക് വെളിവാക്കുന്നത് നല്ലതാണ്. മഅമൻ യഖ്ബലുഹു മിൻക, നിന്നിൽ നിന്ന് സ്വീകരിക്കുന്നവന്റെ മുമ്പിൽ. എന്തേ ഞങ്ങൾക്ക് ഫോണിലൂടെ ഇങ്ങ് പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്നില്ലേ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, സ്വീകരിക്കുന്നവന്റെ മുമ്പിലാണ് ഹക്ക് വെളിവാക്കേണ്ടത്.
വദാലിക ബിതരീഖിൻ നസീഹത്തി ഫിൽ ഖുഫിയത്തി ലാ ബിതരീഖിൽ മുമാറാത്തി. അത് ശരിക്കും ഉപദേശിച്ചുകൊണ്ടാണ് നന്നാക്കേണ്ടത്. ലാ ബിതരീഖിൽ മുമാറാത്തി, അതേ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദം വലിച്ചിടുന്ന ശൈലിയിലല്ല. എന്നിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, എങ്ങനെയാണ് ഉപദേശിക്കേണ്ടതെന്നതിന് അതിനതിൻ്റെതായ രൂപങ്ങളുണ്ട്. ഇത് സർവ്വ പ്രസംഗകരും സർവ്വ മുതഅല്ലിമീങ്ങളും നന്നായി മനസ്സിലാക്കണം. വലിൻ നസീഹത്തി സിഫത്തുൻ വഖയ്യത്തുൻ വയുഹ്താജു ഫീഹാ ഇലാ തലത്തുഫിൻ വഇല്ലാ സാറത്ത് ഫളീഹതൻ വകാന ഫസാദു അക്തറ മിൻ സലാഹിഹാ. അതിൻ്റെതായ റൂട്ടിലല്ലാതെ ഒരു മനുഷ്യൻ ഉപദേശിച്ചാൽ അതുകൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷം വരും. ഇത് പറഞ്ഞിട്ട് സാലിമ പറയാണ്, വമൻ ഖാലത മുതഫഖിഹത്തുൽ അസ്രി, ഈ കാലഘട്ടത്തിലുള്ള ചില പണ്ഡിതന്മാരുടെ കൂടെ കൂടി മനുഷ്യൻ ജീവിച്ചാൽ അവനിങ്ങനെ വിവാദം വലിച്ചിടണമെന്ന ഒരു പ്രകൃതി അവന് സംഭവിച്ച് ഒരു കാര്യത്തിൽ സംശയമാണെങ്കിൽ തന്നെ മിണ്ടാതിരിക്കുക എന്നതിനവന് കഴിയൂല. കാരണം ഇത് വിവാദമുണ്ടാക്കലാ ബഹുമാനമെന്ന് പടച്ചവനെ പേടിയില്ലാത്ത ചില പണ്ഡിതന്മാർ അവരെ ഉപദേശിക്കും. തർക്കം കൂടലാണ് ഒരുത്തന്റെ പവർ എന്ന് അവരെ മനസ്സിലതാ തോന്നിപ്പോകും. അതുകൊണ്ട് മോനെ അത്തരം വിവാദം വലിച്ചിടുന്ന ഇക്കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരിൽ നിന്ന് നീ സിംഹത്തെ കണ്ടാലും നരിയെ കണ്ടാലും ഓടിയൊളിക്കുന്നത് പോലെ നിന്റെ ഈമാന് രക്ഷിക്കാൻ വേണ്ടി അത്തരം പണ്ഡിതന്മാരെ വലിച്ചെറിഞ്ഞു ഓടിക്കമോനേ. അല്ലാഹുവിന്റെ പൊരുത്തം ചിന്തിക്കാതെ വിവാദം വലിച്ചിട്ട് പറയുന്ന ഇത്തരം പണ്ഡിതന്മാര്, അവരെ കാണുമ്പോ നിന്റെ ശരീരം തിന്നാൻ വരുന്ന സിംഹത്തേക്കാൾ, നിന്റെ ശരീരം തിന്നാൻ വരുന്ന നരിയേക്കാൾ, പുലിയേക്കാൾ നീ ഭയപ്പെടേണ്ടത് നിന്റെ ഈമാന് കളയുന്നവരെയാണ് കേട്ടോ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ബിദായത്തുൽ ഹിദായയിലെ ഉപദേശം ഞാനിതാ SKSSFിൽ പെട്ടുപോയ അവരെ പിന്തുണക്കുന്ന മുഴുവൻ ആളുകളോടും ഇതാ വെറുതെ പറഞ്ഞതല്ല. എന്നെ സംബന്ധിച്ച് അവരതാ കട്ട് CD കേൾപ്പിച്ചിട്ട് അത് പിന്നെയും കട്ടവനോട് കട്ടിട്ട് പിന്നെയും കട്ടിട്ട് കേൾപ്പിച്ചിട്ട് അത് ഞാൻ തൊണ്ടി സഹിതം പിടിച്ചപ്പോ പിന്നെ അതാ CD ഇറക്കുമ്പോ അത് കട്ട് ചെയ്ത് ഇറക്കിയത് ഞാൻ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ തെളിയിച്ചുകൊണ്ടാണ്. നിങ്ങൾ ആഖിറൻ രക്ഷപ്പെടുത്താനാണ് SKക്കാരാ, നിങ്ങളെ ഈമാൻ രക്ഷപ്പെടുത്താനാണ് ഇക്കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇനി സഹോദരന്മാര്, അടുത്തതെന്താ? ഉസ്താദ് അവർക്ക് കൊടുക്കാൻ ശൈഖ് അഹ്മദ് മുഹമ്മദ് ഖസ്റജി സ്വപ്നം കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് ഇവരെന്തിന് ഇത്ര ബേജാറാണ്? ഒരാൾ സ്വപ്നം കണ്ടതിന് മറ്റുള്ളവരൊക്കെ ബേജാറാണ്. ബഹുമാനപ്പെട്ട EK ഉസ്താദ് അവർ ജ്യോതിസ്, EK ഉസ്താദ് അവരുടെ സ്വപ്നം കണ്ടു. പണ്ഡിത ജ്യോതിസ് തന്നെ EK ഉസ്താദിനെ പറ്റിയുള്ള പുസ്തകം ഇസ്ലാമിക സാഹിത്യ അക്കാദമി പുറത്തിറക്കി. ഇതിന്റെ 197-ാമത്തെ പേജ്. ഇതിലും EK ഉസ്താദിനെ സ്വപ്നം കണ്ടതാണ് കാര്യമായിട്ടുള്ള ഒരു വിഷയം. വലിയുല്ലാഹി എന്നൊരു ഹെഡിങ് EK ഉസ്താദിന്റെ പേരിന്റെ കൂടെ. EK ഉസ്താദിന്റെ ജീവിതകാലത്ത് ഒരുപാട് നോട്ടീസ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഓരോറ്റ നോട്ടീസിൽ വലിയുല്ലാഹി എന്ന് എഴുതാൻ EK ഉസ്താദ് സമ്മതം കൊടുത്തായിട്ട് എനിക്കറിവില്ല. എന്റെ അറിവില്ല. ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ ഞാൻ സമ്മതിക്കാതിരിക്കും. എനിക്ക് വാശിയൊന്നുമില്ല കേട്ടോ. എനിക്കട്ടെ വലിയുല്ലാഹി. അതുകൊണ്ട് മൂപ്പര് വലിയല്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണ്ടേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. EK ഉസ്താദ് വലിയാകുന്നതിന് എനിക്കെന്താ കുഴപ്പം? എന്റെ ഉസ്താദിന്റെ ഉസ്താദ്. പിന്നെ EK ഉസ്താദ് എന്നെ ആശീർവദിച്ച ഈ ചിയൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ദാരിമിയിൽ ബിരുദത്തിന് വേണ്ടി നന്ദിയിൽ ഓതുമ്പോ പേരോട് തന്നെ ചെറുപ്പക്കാരൻ്റെ ഒന്ന് കാണണമെന്നാണ്. ഞാൻ കടമേരിക്കുന്ന താനെയും കൂട്ടിയിട്ട് പോയി EK ഉസ്താദിന്റെ പേർക്ക്. ഞാൻ ഷെയ്ഖുൻ എന്തിനാ കാണണമെന്ന് പറഞ്ഞു. അത് നീ ആ കടവത്തൂർ ഭാഗത്തൊക്കെ മുജാഹിദീങ്ങൾക്കെതിരെ നന്നായി പ്രസംഗിക്കുന്നത് കേട്ടോണ്ട് എന്നെ ഒന്ന് കാണാൻ വേണ്ടി വിളിച്ചാണ്.
ഞാൻ അന്നും ഉസ്താദിനോട് ചില സംഗതിയൊക്കെ ചോദിച്ച് പഠിച്ചിട്ടുണ്ട്, എനിക്ക് അവിടുന്ന് പൊരുത്തവും തന്നിട്ടുണ്ട്. അതാണ് സുഹൃത്തുക്കളെ, അത് ഈ ചിയൂര് സാക്ഷിയാണ്, കടമേരിക്കുന്ന സാക്ഷിയാണ്. ഞാൻ വെറുതെ പറഞ്ഞു ആയിരിക്കട്ടെ. ഞാൻ മഹാനവറുകളെ നിസ്സാരപ്പെടുന്ന ആളല്ല. ഇവിടെ മംഗലാപുരത്തിനടുത്ത് എന്താണ് തലപ്പാടി ഒരാള് ഖുതുബക്ക് മുമ്പ് ഒരു പ്രസംഗം, താജുല്ലുലമ വിളിച്ചിട്ടുള്ളത് നീ അവിടെ പോയി വാദപ്രയോഗം നടത്തും. അവൻ തങ്ങൾ പറഞ്ഞാൽ പോകാലോ. പോയി സംവാദത്തിന് വെച്ച് മറ്റേ ആൾ വന്നില്ല. ഞാൻ അവിടുന്ന് പ്രസംഗിച്ച് തിരിച്ചു വന്നു. അപ്പൊ അവിടുന്ന് ജുമാന്റെ മുമ്പ് പ്രസംഗിക്കാൻ നിന്നപ്പോ ഒരാൾ പറഞ്ഞു ഇതിന് മറുപടി ഇട്ടാതെ പ്രസംഗിക്കാൻ പറ്റില്ല. അവസാനം ഈ ഉസ്താദിനെ കാണാൻ തീരുമാനിച്ച് ഈ ഉസ്താദിന്റെ വീട്ടിലേക്ക് അവർ ഒന്നായിട്ട് പോയി. ഈ ഉസ്താദിനെ പറഞ്ഞു പേരോട് നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ പേരോടും കാര്യം ഇവിടെ പറയാം. നിങ്ങൾ എന്താ വന്ന് പേരോടും കാര്യം ഇവിടെ പറഞ്ഞു എന്തിനാ വന്ന്? ഞങ്ങളെ നാട്ടിൽ ഉസ്താദെ ജുമാക്ക് മുമ്പ് ആളൊക്കെ മനസ്സിലാകാൻ വേണ്ടി ഒരു പ്രസംഗം നടത്തലുണ്ട്. അത് പേരോടൊന്ന് കറാഹത്താന്ന് പറഞ്ഞു. കറാഹത്ത് എന്ന് പറഞ്ഞാൽ പേരോടൊക്കെ ചെറുപ്പക്കാരാണ്, അവരൊക്കെ അത്രേ പറയാൻ പറ്റുള്ളൂ. അത് ഹറാമാന്നാ പറയേണ്ടിയത്. അതാണ് ഈ കെ ഉസ്താദ്. അല്ലാഹുതആല ദർജ വർദ്ധിപ്പിക്കുക. മൂപ്പരെ സംബന്ധിച്ച് ജീവിതകാലത്ത് കറാമത്തുകൾ ഒരുപാട് വെളിവായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മരണാനന്തരം ഈ ലോകത്ത് പല കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ശൈഖുനാ തന്റെ ശിഷ്യന്മാർക്കും സ്നേഹജനങ്ങൾക്കും സ്വപ്നങ്ങളിലൂടെ സന്തോഷവാർത്തകളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ കെ ഉസ്താദിന് സ്വപ്നത്തിൽ നിർദ്ദേശം നൽകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ പറ്റൂല. ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ മുസ്ലിമീങ്ങളെ? ഈ കെ ഉസ്താദിന് തന്നെ സ്വപ്നത്തിൽ നിർദ്ദേശം നൽകാൻ കഴിയുമെങ്കിൽ ഏത് ഈ കെ ഉസ്താദായാലും എ പി ഉസ്താദായാലും ഏത് വലിയായാലും ഏത് നബിയായാലും വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു വർഫം മിനൽ ബഹരി ഔ റസ്ഫം മിനദ്ദിയമി. നബിതങ്ങളിൽ നിന്ന് കിട്ടിയ പവർ അല്ലാതെ ലോകത്ത് ആർക്കെങ്കിലും ഉണ്ടോ? എന്നാൽ അവിടുന്ന് കിട്ടിയ സ്വപ്നത്തിൽ എന്താ കാര്യമായിട്ടുള്ളത്? ശൈഖുനായുടെ വഫാത്തിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് NT അബ്ദുള്ള മുസ്ലിയാർ കണ്ട 2 സ്വപ്നങ്ങൾ പ്രത്യേകം പരാമർശിക്കപ്പെടണം. അവ താഴേക്കെടുക്കുന്നു. അങ്ങനെ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ ശൈഖുന താമസിക്കുന്ന മുറിയിൽ ആരുമില്ലാത്ത സമയത്ത് ശൈഖുന പുറത്തു പോയപ്പോ MT മുറിയിൽ അങ്ങോട്ട് കടന്ന് 2 കട്ടിൽ കണ്ട് ആ കട്ടിലിൽ ശൈഖുന കിടക്കുന്ന കട്ടിൽ തെക്ക് വടക്കായിട്ടാണ് ഉള്ളത്. ഒരു ബെഡും ഉണ്ട്, വളരെ പഴകിയിട്ടുണ്ട്. രണ്ടാമത്തെ കട്ടിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ഉള്ളത്. അതിനുമേൽ കമിറ്റിയിട്ടൊരു പായുണ്ട്. തീരെ ലളിതമായ മുറി. ഇതെന്തൊരു സുഹൃതാണ്. MT അറിയാതെ പറഞ്ഞുപോയി. അദ്ദേഹം മുറിയിൽ നിന്ന് പുറത്തു കിടന്ന് അപ്പോൾ ശൈഖുന നടന്നു വരുന്നു. നല്ല ക്ഷീണം, നടത്തം കണ്ടാ വീണു പോകുമോ എന്ന് തോന്നും. ഒരാൾ വന്ന് ഇടത് ഭാഗത്ത് പിടിച്ചു, MT വലതു ഭാഗം പിടിച്ചു. ഏതായാലും ഈ കെ ഉസ്താദ് വീഴാൻ നോക്കുമ്പോ മൂപ്പരാ പിടിച്ച്. ഇരുവരുടെയും സഹായത്തോടെ ശൈഖുന നടന്നു. വല്ലാത്ത ബേജാറ്, പെട്ടെന്നുണർന്നു. മനസ്സിൽ ദുഃഖവും വെപ്രാളവും. എന്താണ് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം? ശൈഖുനയുടെ അവസ്ഥ. വെപ്രാളം നിറഞ്ഞ മനസ്സുമായി 3 മഹൽ വ്യക്തികളെ കണ്ടു. തങ്ങൾ ഉസ്താദ്, ഒളവണ്ണ ഉസ്താദ്, കോളേജ് സെക്രട്ടറി AV. ശൈഖുനയെ പ്രത്യേകം ശ്രദ്ധിക്കണം, ആരോഗ്യാവസ്ഥ മോശമാവുകയാണ്. ഇതാണ് MTയുടെ ഒരു സ്വപ്നം. അപ്പൊ ഈ സ്വപ്നത്തിന്റെ ആകത്തുക എന്താ? ശംസുൽ ഉലമ വഫാത്തായാല് മൂപ്പര ബലത്തെ കൈ പിടിക്കേണ്ട MT ആണല്ലോ. അപ്പൊ നന്ദിയിൽ മുദരിസാണ്ടതാരാ? MT ആണ്. നീ സ്വപ്നത്തിൽ നിന്ന് മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇതിന്റെ ലാസ്റ്റ് അത് പറയുന്നുണ്ട്. ശംസുൽ ഉലമയുടെ പിൻഗാമി ശൈഖുനയുടെ പാദമുദ്രകൾ വീണ മണ്ണിൽ പിൻഗാമി തികഞ്ഞ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നു. വലിയ സ്ഥാപനത്തിന്റെ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ കൈകൾക്ക് കരുത്തേകുന്നത് ശംസുൽ ഉലമയിൽ നിന്ന് ലഭിച്ച വെളിച്ചം തന്നെ. ഇതാണ് ഇപ്പൊ ആ സ്വപ്നത്തിന്റെ അകത്തുക. അവിടെ മൂപ്പരാണ് തീർച്ചയായിട്ടുണ്ടത്. പിന്നെ ശംസുൽ ഉലമാന്റെ വലത്തെ കൈ പിടിച്ച ഈ മൂപ്പരെ പിന്നെന്തിനാണ് ഒഴിവാക്കിയെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകാണ്ടില്ല. കാരണം സ്വപ്നത്തിനെതിരാണല്ലോ. ഇപ്പൊ അവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഈ ശംസുൽ ഉലമന്റെ കൈ പിടിച്ച ആൾ അങ്ങനെ അവിടുന്ന് ഒഴിവാക്കാൻ പാടുണ്ടോ എന്നല്ലേ സംശയം വരിക ഇത് വായിച്ചാല്? അങ്ങനെ ഒരു സംശയം ഉള്ളവർക്കുണ്ടാകാം. എനിക്കതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞു തന്നേ. അപ്പൊ ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ ചില സ്വപ്നങ്ങൾ പലരും കാണാറില്ലേ? ഇനി എന്താ ഈ സ്വപ്നം കണ്ടാൽ എന്താ പ്രശ്നം? എനിക്ക് മനസ്സിലാവും. സ്വപ്നം കാണാൻ പറ്റൂല, അത് എവിടുന്നാ കിട്ടിയത്? ഇനി ഞാൻ പറയാം. അതിൽ തന്നെ 198-ാമത്തെ പേജ്. അള്ളാഹു വലിയ നിയമത്താണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. വരക്കൽ നമുക്ക് വിട്ടുകിട്ടിയിരിക്കുന്നു. അതിനോട് ചേർന്ന കുറച്ച് സ്ഥലവും നമുക്ക് വിലക്ക് തന്നിരിക്കുന്നു. എന്റെ ഉപ്പാപ്പാന്റെ ഖബർ അവിടെയാണെന്ന് അറിവായിരിക്കുന്നു. ഇത്രയും പറഞ്ഞ ശേഷം ഖുർആൻ റിസർച്ച് സെന്റർ തുടങ്ങുന്നതിനെ കുറിച്ച് പറയാൻ തുടങ്ങി.
ഈക്കനെ ആദ്യം സ്വപ്നം കണ്ടിട്ട് MT പോയപ്പോ പറഞ്ഞൊരു സംഭവമാണ്. അപ്പോ വരക്കൽ നമുക്ക് വിട്ടിട്ടിരിക്കുന്നു, എന്റെ ഉപ്പാപ്പന്റെ ഖബർ അവിടെയാണെന്ന് അറിവായിരിക്കുന്നു എന്ന് ഈക്ക പറഞ്ഞു എന്നാണ് ഇതിലുള്ളത്. ഇപ്പൊ കോഴിക്കോട്ട് പ്രസംഗിച്ച പ്രസംഗം അനുസരിച്ച് ഒരു പ്രശ്നമുണ്ട്. ഈക്കന്റെ ഉപ്പാപ്പന്റെ ഖബർ അവിടെ ഉണ്ടെന്ന് ഏതാ സെനത്? അറിവായിരിക്കുന്നു എന്ന് ഈക്ക പറഞ്ഞതാണ്. അങ്ങനെ അറിവായിരിക്കുന്നു എന്നൊരു മഹാൻ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റുമല്ലേ? നിങ്ങളെ പുതിയ പ്രസംഗം അനുസരിച്ചുള്ള ഫത്വ കിട്ടണേ. ഒരു മഹാൻ അങ്ങനെ അറിവായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തെളിവാവൂല്ലേ? ഇപ്പൊ വരക്കല്ല് മക്ബറയില് ഈക്ക ഉസ്താദിന്റെ ഉപ്പാപ്പ ഉണ്ടെന്നോ ഇല്ലാന്നോ നിങ്ങൾ ഇപ്പോഴത്തെ മദ്ഹബ് എന്താ? നിങ്ങളൊന്ന് അടുത്ത് സമുദായത്തോട് പറയണേ. 2 സ്വപ്നം. ഇനി കണ്യത്ത് ഉസ്താദ്, അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ഞാൻ മഹാനവറുകളെ അങ്ങേയറ്റം ആദരിക്കുന്നു. ഞാൻ അവിടെ പോയിട്ട് പൊരുത്തം വാങ്ങിയിട്ടുണ്ട്. മർക്കസ് സഖാഫത്തെ സുന്നിയിൽ ഞങ്ങൾക്ക് ബിരുദാനന്ദ ബിരുദത്തിന് ക്ലാസ് തുടങ്ങിത്തരാൻ വേണ്ടി ഉദ്ഘാടനത്തിന് AP ഉസ്താദ് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ആദ്യമായിട്ട് തുടങ്ങി തന്നത് കണ്യത്ത് ഉസ്താദാണ്. അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ആ കണ്യത്ത് ഉസ്താദ് മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അൻസാരി കുടുംബത്തിൽപ്പെട്ട മുഹമ്മദ് ഹസൻ ഖസ്റജി എന്ന പണ്ഡിതന്റെ മകൻ ഡോക്ടറേറ്റ് വാങ്ങിയ ഒരു ഉന്നത വ്യക്തി സ്വപ്നം കണ്ടതല്ലേ ഇവർക്ക് പിടിക്കാത്തത്? എന്നാൽ സ്വപ്നം അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ പറ്റൂലേ? ദുബായിലുള്ളവർക്ക് അബൂദാബിയിലുള്ളവർക്ക് കാണാൻ പറ്റൂലേ? സുബ്ഹാനല്ലാഹ്. കേട്ടോളൂ, നബി തിരുമേനിയെ സ്വപ്നം കണ്ട എന്റെ ഗുരു PV അലി മുസ്ലിയാർ വാഴക്കാട്, പ്രൊഫസർ റഷീദി അറബി കോളേജ് എന്ന ലേഖനം. നബി തിരുമേനിയെ സ്വപ്നം കണ്ട എന്റെ ഗുരു. അപൂർവമായി മാത്രം ചില ആരിഫീകൾക്കും ഔലിയാക്കൾക്കും ആലിമീങ്ങൾക്കും ലഭ്യമാകുന്ന ഒരു അനുഗ്രഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ ദർശിക്കുവാൻ സാധ്യമാവുക എന്ന മഹാഭാഗ്യം. എന്നെ ആരെങ്കിലും സ്വപ്നത്തിൽ ദർശിച്ചാൽ അത് സത്യം തന്നെയാണ്. കാരണം പിശാചി എന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയില്ല എന്ന തിരുവചനത്തെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ ശൈഖുന ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ 2 പ്രാവശ്യം പ്രവാചകനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോ പിന്നെയും പറയുന്നുണ്ട്, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാന്മാർക്ക് സ്വപ്നം കാണാം എന്നല്ലേ? ഞാൻ ചോദിക്കുന്നു, എന്തിനാണ്? അതേ ശൈഖ് അഹ്മദ് മുഹമ്മദ് ഹസൻ ഖസ്റജി, അദ്ദേഹം അൻസാരികളിൽപ്പെട്ട ആളാണ്. ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ, അൻസാരികളെ സ്നേഹിക്കൽ ഈമാനാണ്. അതേ സമയത്ത് അൻസാരികളെ വെറുക്കൽ അതാ കുഫറാണ്, നിഫാഖാണ്. ആ അൻസാരികളുടെ പരമ്പരയിൽ വന്ന ഒരു മഹാൻ അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോ അത് കാണാൻ പറ്റൂല എന്ന് SKSSന്റെ ഓഫീസിൽ നിന്ന് തീരുമാനിക്കാൻ പറ്റുമോ? സുഹൃത്തുക്കളെ, നിങ്ങൾ ശരിക്കും ആലോചിക്കണം. കണ്യത്ത് ഉസ്താദിന്റെ സ്മരണ ഏതായാലും കൈ കിട്ടിയില്ലേ? അതില് ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ അവറുകളുടെ ഒരു ലേഖനമുണ്ട്. അത് ഞാൻ ഇടയ്ക്കൊന്ന് ശ്രദ്ധയപ്പെടുത്തുക. എന്താ ലേഖനോ? ശൈഖുന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, പ്രസിഡന്റ് സമസ്ത ജമിയത്തുൽ. എന്താ ലേഖനം? ഞാൻ അരീക്കോട് ദർസ് നടന്ന കാലത്ത് ജുമാ ഖുത്ബയുടെ മുമ്പ് ഒരു മലയാള പ്രസംഗം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഞാൻ കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരെയും മറ്റ് ബന്ധപ്പെട്ടവരെയും വാഴക്കാട്ടേക്ക് വിടുകയും കണ്യത്ത് ഉസ്താദിന്റെ അഭിപ്രായം പോലെ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. തദനുസൃതം അവർ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജുമാ ഖുത്ബക്ക് മുമ്പ് അൽ കഹ്ഫ് സൂറത്തും സലാത്തും അധികരിപ്പിച്ചുകൊണ്ടാണ് ജുമഅക്ക് വന്നവർ ശുഗ്ല് ആകേണ്ടത്. ഇതിന് ബാങ്കിന്റെ മുമ്പ് ശേഷം എന്ന വ്യത്യാസമില്ല. അതിനാൽ ഈ പ്രസംഗം കറാഹത്ത് അശദ് ആകുന്നു. അഫ്ളൽ ആയ പ്രവൃത്തിയാണ് അപ്പോൾ നിറവേറ്റേണ്ടത്. കണ്യത്ത് ഉസ്താദിന്റെ ഈ തീരുമാനം അംഗീകരിച്ച് ഞാൻ അവിടെ നിന്ന് പോരുന്ന കാലം വരെ ആ പ്രസംഗം അവിടെ ഇല്ലായിരുന്നു. കാലക്രമേണ കമ്മിറ്റികൾക്ക് മാറ്റം സംഭവിക്കുകയും പരിഷ്കാരങ്ങൾ വന്നു ചേരുകയും ചെയ്തപ്പോൾ ആ തീരുമാനത്തിന് അവിടെ ഇന്ന് പ്രസക്തിയില്ലാതെ ആയിരിക്കുകയാണ്. ഇതാരാ പറയുന്നത്? ഇന്നത്തെ അപ്പുറത്തെ സമസ്തന്റെ പ്രസിഡന്റ് ശൈഖുന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, പ്രസിഡന്റ് സമസ്ത ജമിയത്തുൽ ഉലമ, ശൈഖുന കണ്യത്ത് ഉസ്താദിന്റെ സ്മരണികയിൽ. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എപ്പോഴും പറയുന്നു കണ്യത്ത് ഉസ്താദിനും ഈക്കും എതിരാണ് ഞങ്ങളെ പേരിൽ ആരോപണം പറയും. ഞാൻ ചോദിക്കുന്നു, കണ്യത്ത് ഉസ്താദ് ഇങ്ങനല്ലേ പറഞ്ഞത്? ഈക ഉസ്താദിന്റെ സ്മരണികയിലും അങ്ങനെ തന്നെയല്ലേ ഉള്ളത്? അപ്പൊ EK ഉസ്താദും കണ്യത്ത് ഉസ്താദിനെയും നിങ്ങൾ കയ്യൊഴിച്ചിട്ട് കാലം എത്രയായി മക്കളെ? കണ്യത്ത് ഉസ്താദിനെയും EK ഉസ്താദിനെയും
നിങ്ങൾ കാര്യം തിരിയാത്തവരാക്കിയിട്ട് കാലം എത്രയായി? ഇനി ചോദിക്കട്ടെ, ഈ കുറ്റ്യാടിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ജുമുഅ അത് 40ഓളം കൊല്ലമില്ലാതെയായിട്ട് ഞാൻ തുടങ്ങി. എന്നിട്ട് ചോദിക്കട്ടെ, SKSSFന്റെ സ്റ്റേജിൽ പോയി ഇരുന്ന മഹൽ വ്യക്തി അടക്കം അതേ ഈ മലയാള പ്രസംഗം ജുമക്ക് മുമ്പ് അതാ നടത്താൻ വേണ്ടിയല്ലേ പരിപാടി ഉണ്ടാക്കിയത്? കണ്യത്ത് ഉസ്താദും നിങ്ങളും തമ്മിൽ ബന്ധമെവിടെ? ഈ ഉസ്താദും നിങ്ങളും തമ്മിൽ ബന്ധമെവിടെ? മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇതൊന്ന് പറഞ്ഞു തരണേ. ഇതാ ഞാൻ എന്റെ പുസ്തകമല്ല വായിച്ചത്. ഇനി ഞാൻ അടുത്തയിലേക്ക് കിടക്കട്ടെ. സുഹൃത്തുക്കളെ, സ്വപ്നത്തെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞല്ലോ. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? മഹാന്മാരായ സഹാബത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ നിർദ്ദേശം കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ഞാൻ പറയാൻ പോകുന്നത്. ഓതി പഠിക്കണം. ഇതാ ഇത് തുഹ്ഫയാണ്. തുഹ്ഫ. ഈ തുഹ്ഫ പട്ടിക്കാട് ദർസ് നടത്തുന്നില്ലേ? ഇപ്പോ മുമ്പ് കാലത്തൊക്കെ അവിടെ അത് ദർസ് നടത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, ഇപ്പൊ ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയട്ടെ, നന്ദിയിലും മുമ്പ് ഇത് ദർസ് നടത്തിയിട്ടില്ലേ? എന്നാൽ ഈ തുഹ്ഫയിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അതാ ഒരു വിഷയം പറയുന്നത്. എന്താണത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടതെന്നൊരു ചർച്ച വന്നു. എന്താണ് ചർച്ച? സഹാബത്തിനിടയിൽ ചർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം കുളിപ്പിക്കുമ്പോ കുപ്പായം കഴിക്കണോ കഴിക്കണ്ടേ എന്നാ ചർച്ച. കുപ്പായം അഴിക്കണോ അഴിക്കണ്ടേ എന്നാ ചർച്ച. സഹാബത്തിനൊന്നും മനസ്സിലാകുന്നില്ല. അഴിക്കാനും ന്യായമുണ്ട്, അഴിക്കാതിരിക്കാനും ന്യായമുണ്ട്. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഒരു ചെറിയ തൂങ്ങി ഉറക്കം അവർക്ക് ബാധിക്കുകയാണ്. തൂങ്ങി ഉറക്കം ബാധിച്ചു എന്ന് ശർവാനിയിൽ കാണാം. ആ സമയത്ത് അതാ അവർ കേൾക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുപ്പായം നിങ്ങൾ അഴിക്കേണ്ടതില്ല. നിങ്ങൾ കുപ്പായം അഴിക്കാതെ തന്നെ നിങ്ങൾ അതാ കുളിപ്പിച്ചോളൂ. ആ കാര്യം അവർ കേട്ടപ്പോൾ സഹാബത്ത് ഇജ്മാ ആവുകയാണ്. ഉറക്കിൽ കിട്ടിയ വിവരമാണ് അവർക്ക്. പക്ഷേ അതിന്റെ ശേഷം അവർ ഇജ്മാ ആവുകയാണ്. അങ്ങനെ അവിടുത്തെ കുപ്പായം അഴിക്കാതെ തന്നെ കുപ്പായത്തിൽ അവിടുത്തെ കുളിപ്പിക്കുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, അവിടുത്തെ വഫാത്തിന്റെ ശേഷം ഒരു വിഷയത്തിൽ സഹാബത്തിന് വേണോ വേണ്ടേ എന്ന് തർക്കം വന്നപ്പോ അതേത് വിഷയം? ഹറാമല്ല, കറാഹത്തല്ല, ചെയ്യൽ വുജൂബല്ല, സുന്നത്തല്ല, ഏതാ നല്ലത് എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ പുണ്യകേശത്തെ കുറിച്ച് പറഞ്ഞതുപോലെ കാന്തപുരം ഉസ്താദിന് കൊടുക്കണോ അല്ല ഇവിടെ തന്നെ വെക്കണോ? ഒരു പ്രത്യേകം ഹുക്മതിൽ വരുന്നില്ല. എന്നാലും അതിനൊരു മനസ്സമാധാനം കിട്ടണം. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നിർദ്ദേശം വരെ കാത്തെന്ന് പറഞ്ഞത്. അത് തന്നെയല്ലേ സഹാബത്തിനും കിട്ടിയത്? സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർക്ക് ആ നിർദ്ദേശം കിട്ടിയപ്പോ അവരതാ പറഞ്ഞതുപോലെ അവിടുന്ന് അതാ നിർദ്ദേശം കിട്ടിയതുപോലെ അവിടുന്ന് അവര് ചെയ്യുന്നു. കുപ്പായം എടുക്കാതെ തന്നെ അഴിക്കാതെ തന്നെ അവിടുത്തെ കുളിപ്പിക്കുന്നു. ഇതൊന്ന് വായിച്ചാലോ? ഇവിടെ കേട്ടോളൂ. വല്ലക്മലു അന്നഹു യൂസലു ഫീ ഖമീസിൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാണ് ലിമാ സഹ അന്നഹും ലമ്മാ അഖദൂ ഫീ ഖസ്ലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കുളിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ നാദാഹും മുനാദിം മിൻ ദാഖിലിൽ ബൈതി റൂമിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ വിളിക്കുന്നത് കേൾക്കുകയാണ്. ലാ തൻസിഉ അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖമീസഹു നബി തങ്ങളുടെ കുപ്പായം നിങ്ങൾ കുളിപ്പിക്കുമ്പോൾ അഴിക്കണ്ട കേട്ടോ. ഇവിടെ കാണാം ഇബാറത്തുൻ നിഹായ ശർവാനി. ഇബാറത്തുൻ നിഹായ ആദ്യം വായിച്ച തുഹ്ഫ. ലമ്മ ഇഖ്തലഫത്ത് الصحابة في غسله هل نجرده ام نغسله في ثيابه فغشيهم النعاس وسمعوا هاتفا يقول لا تجردوا رسول الله صلى الله عليه وسلم وفي رواية غسلوه في قميصه الذي مات فيه. കണ്ട, അപ്പൊ പിന്നെ അതുകൊണ്ട് ഒരു ശറഇന്റെ ഹുക്ം സ്ഥിരപ്പെടുവല്ലേ?
പണ്ഡിതന്മാരെ ചർച്ച തങ്ങൾ പറയാം فإن قلت الهاتف بمجرده لا يثبت به حكم قلت يجوز أن يكون انضم إلى ذلك اجتهاد منهم بعد سماع الهاتف فاستحسنوا هذا الفعل وأجمعوا عليه فالاستدلال إنما هو بإجماعهم لا لسماع الهاتف. തെളിവ് കർമ്മശാസ്ത്ര തെളിവ് ഇജ്മാഇന് അവർക്ക് പ്രചോദനമുണ്ടായതും അതിന് ഉപോത്ബലകമായതും സ്വപ്നമാണ്. അപ്പൊ സ്വപ്നം ഇപ്പൊ കണ്ടില്ലേ, ഒരു മുടി, ഒരു പുണ്യകേശം, അത് കൊടുക്കണോ കൊടുക്കണ്ടേ? കൊടുക്കുന്നതിനും തെറ്റില്ല, കൊടുക്കാതിരിക്കുന്നതിനും തെറ്റില്ല, രണ്ടും പറ്റുന്ന ഒരു സംഗതിയാണ്. എന്നാൽ അത് കൂടുതൽ നല്ലത് കൊടുക്കലോ ഇവിടെ തന്നെ വെക്കലോ, ഇതിൽ നിന്നൊരു കഷ്ണം കൊടുക്കലോ അല്ലെങ്കിൽ ഇതിൽ നിന്നൊന്ന് കൊടുക്കലോ, ഇങ്ങനെ ഒന്ന് വന്നാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം കിട്ടിയപ്പോൾ ചെയ്തു. ഇത് സഹാബത്തിന്റെ പതിവാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അത് സഹാബത്തിന്റെ കാലത്ത് അത്തരം സ്വപ്നങ്ങളുണ്ട്, ആ നിർദ്ദേശപ്രകാരം നടക്കലുമുണ്ട്. പക്ഷെ കിതാബ് ഓതി പഠിക്കണം, അപ്പടിച്ചത് ഓർമ്മ വെക്കണം. ആലിമീങ്ങളെ ഗീബത്ത് കൊണ്ട് മനുഷ്യൻ ധാരാളം നാവിലും സുഖലായാൽ പിന്നെ ഒരു കിതാബ് ഓർമ്മ ഉണ്ടാവൂല കേട്ടോ. അല്ലാഹു കാക്കട്ടെ. ഹസ്റജി സ്വപ്നം കണ്ടു എന്ന് പേരോട് പറയും. പേരോട് കള്ളത്തരം പറഞ്ഞ ഹസ്റജി പറഞ്ഞതാണ്. അത് ഹസ്റജിയുടെ സനദ് വായിക്കുമ്പോ അതിൽ തന്നെ ബിഅംരിൻ മിർ റസൂലില്ലാഹി ഇത് വായിച്ചത് എല്ലാവരും കേട്ടതാ. ഇനി അയാൾ എന്നെ ജീവനോടെ പറയുന്നത് കേട്ടോളി. പക്ഷെ ഒരു കാര്യണ്ടേ, അതിൽ ഉസ്താദിനെ അദ്ദേഹം കുറച്ച് ബഹുമാനിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആരും ബോധം കെട്ടുപോകും ചെയ്യും. അദ്ദേഹം പറയട്ടെ. فسبب انتقال الأمانة الشريفة وهي شعرة مباركة من شعر الرأس الشريف إلى مركز الثقافة السنية في كاليكوت، وتحديدا إلى فضيلة الشيخ العالم المربي أبو الأيتام الشيخ أبو بكر أحمد مسليار، هو أمر من سيد رسول الله صلى الله عليه وآله وصحبه وسلم. فأنا خادم الآثار الشريفة ولست بصاحبها، صاحبها سيدي رسول الله صلى الله عليه وسلم، وهو الذي يأمر. هذه الآثار الشريفة موجودة عندنا وانتقلت إلينا بأسانيدها الشريفة المتواترة، ونحن لا نفرط فيها أبدا. وأتتنا عروض كثيرة من شخصيات عالمية، ولكن نحن لا نفرط بهذه الآثار الشريفة لأننا لا نملكها، هي ملك الأمة الإسلامية وصاحبها سيدي رسول الله صلى الله عليه وسلم، وأنا خادم هذه الآثار. هناك بعض الشخصيات التي لها بصمات في الأمة الإسلامية من ناحية أعمال الخير أو من ناحية نشر العلم الشريف أو الصلح بين الطوائف والأمم، شخصيات لها تاريخ، لها بصمة، لها وقع على المجتمع. من هذه الشخصيات فضيلة الشيخ أبو بكر أحمد. فاختصاص سيدي رسول الله صلى الله عليه وسلم له بهذه المنحة السنية الجليلة إنما هو تدعيم للشيخ أبو بكر وتكريم له ومكافأة لما عمله ويعمله لأهل بلده من نشر العلم، رعاية الأيتام، رعاية الفقراء، رعاية المساكين، إلى تعليمهم من صغرهم من حالة العدم إلى حالة الوجود، إلى حالة تملك العلم، تملك أسباب الحياة. فهذا هو، لا شك أن هذا الذي أنا أرى حسب فهمي، ولكن اختصاص سيدي رسول الله صلى الله عليه وسلم لأحد من أحبابه هذا الشيء أنا لا يعني أعرفه، ولكني حسب علمي هذا أو حسب ما أنا أفهم هذا هو السبب، والله أعلم. എന്താ പറഞ്ഞറിയോ? ചോദിച്ചു മൂപ്പരോട്, നിങ്ങൾ എന്തേ ഇത് മർക്കസിൽ കാന്തപുര ഉസ്താദിന് കൊടുക്കാൻ എന്താ കാരണം? അപ്പൊ മൂപ്പര് പറഞ്ഞതാണ്, ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാർ, ഞാനതിന്റെ ഉടമസ്ഥനല്ല.
ഞാൻ അതിന്റെ ഖാദിമ, അതിന്റെ ഉടമസ്ഥൻ മുസ്ലിം ഉമ്മത്താണ്, അതിന്റെ ആള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കാൻ നിർദ്ദേശിച്ചപ്പോൾ കൊടുത്തു. അതിലപ്പുറം എനിക്കൊന്നും ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് ഒരുപാട് യതീം കുട്ടികളെ പോറ്റുന്നുണ്ട്, ഒരുപാട് സാധുക്കളെ സഹായിക്കുന്നുണ്ട്, ഇൽമു പ്രചരിപ്പിക്കാൻ വേണ്ടി കഠിന ശ്രമം നടത്തുന്നുണ്ട്, പ്രഗത്ഭരായ ആളുകളെ വളർത്തിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാകലിന്, അദമിൽ നിന്ന് വുജൂദിലെ ഹയാത്തുൽ ഇസ്ലാമായ ഇൽമു പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതാകാമെന്ന് ഞാൻ ധരിക്കുന്നു. എനിക്കറിയില്ല എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് പ്രത്യേകത കൽപ്പിച്ചത് എന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് എന്നാണ്. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷെയ്ഖ് അബൂബക്കറിനെ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു. അതിലപ്പുറം എനിക്കൊന്നും കാരണം പറയാൻ ഇല്ല. അത് അല്ലാഹുവിന്റെ ദീനിനെ ശക്തിപ്പെടുത്താൻ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ആകത്തുക. അപ്പൊ സഹോദരന്മാര്, നിങ്ങൾ ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണം. ഇത് ഒരിക്കലും തന്നെ നമ്മൾ പൈസയും കൊടുത്ത് പറയിച്ചാന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം നമ്മളെ അമ്പലക്കടവ്, ഈ അമ്പലക്കടവ് എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം പറയുന്നുണ്ട് എന്ത്? അദ്ദേഹം പറയുന്നുണ്ട് ഈ അറബികളെടുത്ത് കോടിക്കണക്കിന് ഉറുപ്പിയുണ്ട്. അതുകൊണ്ട് ഒരു മുടി അങ്ങനെ ആരെങ്കിലും കൊടുക്കെങ്കിൽ കാന്തപുരത്തിന്റെ അടുത്തുള്ള പൈസ അറബികൾ കൊടുത്ത പൈസ അല്ലേ, അതിന്റെ 100 കോടി എത്രയോ ഇരട്ടിയുള്ളവരല്ലേ അറബികൾ. അങ്ങനെ ഒരു മുടി ഒരാൾ കൊടുക്കുമെങ്കിൽ അറബികൾ പൈസ കൊടുത്തു വാങ്ങൂലേ? അപ്പൊ ഇനി കാന്തപുരത്തിന് എങ്ങനെ കിട്ടുക? കാന്തപുരം അബൂബക്കർ മുസ്ലിയുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, അയാൾക്ക് ഇത് എവിടുന്ന് വാങ്ങിക്കൊണ്ടുവരാനുള്ള സാധ്യത സങ്കല്പിച്ചാൽ കാന്തപുരത്തിന് പണം കൊടുത്ത അറബികളാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരുടെ കൂട്ടത്തിൽ ദുബൈയിലെ അബുദാബിയിലെ സമ്പന്നരായ മുസ്ലിം അറബികളുടെ പേരുകളുണ്ട്. അങ്ങനെ പണം കൊടുത്താൽ ഈ മുടി സംഘടിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ കാന്തപുരത്തിന് അറബികൾ കൊടുത്ത പണത്തിന് ഒരു ഭാഗമാണുള്ളത്. സത്യത്തിൽ അവർക്ക് പണം കൊടുത്ത കോടീശ്വരന്മാരായ ഈ അറബ് പ്രമുഖന്മാർ ഈ മുടി വിലക്കെടുക്കൂലേ? കിട്ടാല്ല സാധ്യത. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഏതായാലും അറബികളുടെ അടുത്തുള്ള പൈസ കിട്ടിയാളാണ് കാന്തപുരം എന്ന് പറഞ്ഞല്ലോ. ഇയാളൊരു പ്രഗത്ഭനായ വ്യക്തിയല്ലേ? അബുദാബിയിൽ വലിയ പണക്കാരനാണ്, ബിസിനസ്സുകാരനാണ്, നല്ല കഴിവുള്ള ആളാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, എന്തിനും കൊള്ളാവുന്ന അവിടുത്തെ ഔഖാഫിന്റെ ഈ ഡയറക്ടർ മന്ത്രിന്റെ മകനല്ലേ. അപ്പൊ അദ്ദേഹത്തിന് കാന്തപുരം പൈസ കൊടുത്തിട്ട് ഇത് പറയിച്ചതാണ് എന്ന് പറയാൻ വകുപ്പുണ്ടോ എന്ന് മുസ്ലിമീങ്ങൾ തലകൊടുത്ത് ആലോചിക്കുക. സ്വപ്നം നിങ്ങൾ വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചില്ലെങ്കിൽ ശരി, ശരിക്ക് ആലോചിക്കുക. ഇതിങ്ങനെ ഒരാളെ കൊണ്ട് പറയിക്കാൻ. ഇനി ഇതിനെ നേരിടണം. അത് SKSSFകാർക്ക് ഞാൻ പറയുന്നു, നിങ്ങളൊരു സംഘടന എന്ന നിലക്ക് നിങ്ങൾ ഇതിനെ നേരിടാൻ വേണ്ടി ശ്രമിക്കുന്നത് നിങ്ങളുടെ സംഘടനയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അതിന് നിങ്ങൾ വേണ്ടത് ഇതുപോലെ ഒരു അറബിയെ സ്വാധീനിക്കുക. എന്നിട്ട് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മുസ്ലിയാരെ സംബന്ധിച്ചും ഇതുപോലെ ഒരാളെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് പറയിപ്പിക്കലാണ് അതിന് ഏറ്റവും നല്ല പരിഹാരം. അത് അടുത്ത് തന്നെ ഒരു സമ്മേളനം ഉണ്ടല്ലോ അല്ലേ, കഴിഞ്ഞോന്നറിയില്ല, അന്നായിക്കോട്ടെ. ഇനി ഇയാളെ തന്നെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. കാരണം ഇദ്ദേഹം ദാറുൽ ഹുദയിൽ മുമ്പ് വന്നിട്ടുണ്ട് എന്ന് അവിടുത്തെ പ്രിൻസിപ്പളോ വൈസ് ചാൻസലറോ എന്താന്ന് എനിക്കറിയില്ല, കൂരിയാട് ഉസ്താദ് കൂരിയാട് നദിവി പറയുന്നുണ്ട്. അപ്പോ അതേ മുമ്പ് വന്ന ആളാണല്ലോ, അയാളെ തന്നെ അറിയിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അയാള് കാണാണ്ട് കണ്ടു എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. അത് ബുദ്ധിയുള്ളവർ ചിന്തിച്ചോളാം. ഇനി ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകാം. ഇത് ഇയാൾ പറഞ്ഞുകൊണ്ട് ഇപ്പോ കാന്തപുരത്തിനെ കാണാൻ വെറുപ്പ് ഇയാളോടാ. ഈ അറബി, ഈ പ്രഗത്ഭനായ അറബിയോടാണ് ഇപ്പൊ ഏറ്റവും വലിയ വെറുപ്പ്. ഇപ്പൊ എന്താ ചെയ്യാ നമ്മള്? പിന്നെ ഒരു കാരണമുണ്ട്, ഒരു വിഷയം ഉണ്ട് കേട്ടോ, ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. ഉസ്താദിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുമ്പോൾ അൽ മുറബി എന്ന് പറഞ്ഞിട്ടുണ്ട്, മുറബിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, അത് ഉറപ്പ് തന്നെയാണ്. എന്നെയൊക്കെ തെർബിയത്ത് ചെയ്ത ഉസ്താദ് തന്നെയാണ്. എന്നെ തെർബിയത്ത് ചെയ്ത ഉസ്താദാണ്. മർക്കസു തെർബിയ എന്ന സ്ഥാപനം തന്നെ ഉണ്ടല്ലോ ഇല്ലേ, മലപ്പുറം ജില്ലയിൽ ഇല്ലേ? അവിടെ തെർബിയത്ത് നടക്കുന്നില്ലേ? പിന്നെ അങ്ങനെ പേര് എഴുതൂല. അപ്പോ അതുകൊണ്ട് നിങ്ങൾ ആരും ബേജാറാണ്ടിയില്ല എന്നാ പറഞ്ഞു.
ബാക്കി ഇനി സുഹൃത്തുക്കളെ, ഇനിയാണ് നമുക്ക് കുറച്ച് കിതാബിന്റെ ഇബാറത്ത് മനസ്സിലാക്കേണ്ടത്. അതായത് എന്താണ് ആസാറുൻ നബവി? അത് ഒരു കിതാബുണ്ടല്ലോ, ഒരു പുതിയ കിതാബ് കൊണ്ടുവന്നില്ലേ കോഴിക്കോട്ട്? അത് അവര് വിചാരിച്ച് അവർക്ക് മാത്രമേ അത് കിട്ടൂന്നാ. അങ്ങനെ പലരും കൊണ്ടുവന്നിനും. പണ്ട് വാഴക്കാട്ടുന്ന് കൊണ്ടുവന്നിനും. എന്തേനും അല്ല ഇബാന കൊണ്ടുവന്നിരുന്നു മൗലവിമാര്. എന്തിന്? അള്ളാഹു കൈകാലം ഉണ്ട് എന്ന് പറയാനേ. ഞാൻ അതിനെ ശരിക്ക് കെണ്ണിച്ചങ്ങ് പ്രസംഗിച്ചപ്പോ എന്താ ഉണ്ടായെന്നറിയോ? അത് മനസ്സിലാക്കി വെച്ചാൽ നല്ലതാ. എന്താ ഉണ്ടായത്? മുജാഹിദ് പിളർന്നു, രണ്ടായി. ഇപ്പൊ എന്താണ്? അപ്പുറത്തെ എന്താണ് മടവൂര് മുജാഹിദ്, അവര് പറയുന്ന പേരോട് അന്ന് പറഞ്ഞതാണ് ശരി, അള്ളാഹു കയ്യും കാലും ഉണ്ട് എന്ന് പറയാൻ പറ്റൂല, അള്ളാഹ് കസേരയിലിരിക്കുന്നു പറയാൻ പറ്റൂല. മറ്റേ മുജാഹിദ് പണ്ട പറഞ്ഞിട്ട് ഉറച്ചിരിക്കുന്നു, സെലഫി ഉറച്ചിരിക്കുന്നു. ഇങ്ങനെ മുജാഹിദ് രണ്ടായത് ഞാൻ വാഴക്കാട്ട് പ്രസംഗം നടത്തിയതിന് ശേഷമല്ലേ? വിഷയം പ്രധാനമായും ഇത് തന്നെയല്ലേ? മറുപടി പറയാൻ കഴിയോ? ഞങ്ങളെ കൊണ്ട് അവിടെ മുജാഹിദ് ഉണ്ടാകുന്നില്ലേ? അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഇനി അല്ലെങ്കിൽ നിഷേധിക്കട്ടെ. അന്ന് ശബാബിൽ എനിക്കെതിരെ ലേഖനം എഴുതിയിട്ടില്ലേ അപ്പുറത്തെ മുജാഹിദ്, ഈ മടവൂർ മുജാഹിദ്? ഇന്ന് ശബാബ് മുഴുവനും ഞാൻ പറഞ്ഞ വിഷയമല്ലേ ഇപ്പൊ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ മുജാഹിദിനെതിരായി? ഇതൊന്നും ലോകം അറിയില്ല. അതറിയിക്കാൻ അള്ള ഉണ്ടാക്കുന്ന ചില പരിപാടി ഇതൊക്കെ അള്ളാഹുവിന്റെ ചില നിയമത്തുകളാ. ഇരിക്കട്ടെ. അസ്റാറുൽ ആസാരി നബവിയ എന്ന ഒരു ഗ്രന്ഥം, ഈ ഗ്രന്ഥം അതുപോലെ തന്നെ അവിടെ വായിച്ച സനദ് ഇവിടെ കണ്ടല്ലോ മോനെ, സനദ് അതുകൊണ്ട് കുറച്ചുണ്ട് നമ്മളെ കൂരിയാട് നദവി അതുപോലെയുള്ള ആളുകൾ കുറച്ച് കളി കളിച്ചിട്ടുണ്ട്. ആ കളിയെ സംബന്ധിച്ചാണ് അടുത്ത വിശദീകരണം. സുഹൃത്തുക്കളെ, ഒന്നാമത്തത് കേട്ടോളി. ഒരു ഫൈസി, നിങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു ഫൈസിയാണ്. ഇതെന്ന് ഇപ്പല്ല, മുമ്പെല്ലാം ചിലപ്പോൾ കേട്ടുകൂടാന്നൊന്നുമില്ല, പഠിത്തൊന്നും കേൾക്കാത്തൊരു ഫൈസിയാണ്. ആ ഫൈസി പിന്നെ പ്രസംഗിക്കാൻ, അയാളെ പ്രസംഗം എന്താ? അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഈ മർക്കസ് നിന്ന് കൊടുത്ത സനതുണ്ടല്ലോ, ആർക്ക്? ഉസ്താദ് അവർക്ക് മുടി കൊടുക്കുമ്പോ സനതും കൊടുത്തല്ലോ. ആ സനദിൽ സനത് വായിക്കാൻ, അതിലെങ്ങനെ വായിക്കുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണ്ട. നിങ്ങളതൊന്ന് കേട്ടോളി. ഞാൻ അതിന്റെ കോലം പറഞ്ഞുതരാം. ഇവർക്ക് സനത് നമ്മളെ കൊടുക്കല്ലോ, പക്ഷെ ഇവർക്ക് ഇത് വായിക്കാൻ അറിയണ്ടേ? അതാ ഇപ്പൊ പറയാൻ പോകുന്നത്. അയാൾ തുടക്കത്തിൽ തന്നെ പറയുന്നത് അങ്ങനെയാ, ബഹാദി ഉസ്താദ് വിവരിച്ചതുപോലെ. അയാൾ പറയുന്നത് തന്നെ ഫഹാദാ സനദും മിന്നി വ അന വാലിഉ സഹീഹി ഫീ ഖിതാമി, ഏറ്റവും അവസാനം ഞാൻ ശരി പറയുന്ന. ഇപ്പം പറയുന്നത് ശരിയല്ല കേട്ടോ. ഈ ശൈഖ് ഖസറജി അവിടുന്ന് പറഞ്ഞ എന്താന്ന് പറഞ്ഞേ? വ അന വാലിഉ സഹീഹി ഫീ ഖിതാമി. ഇപ്പൊ ഞാൻ പറയുന്നത് ശരിയല്ല, അവസാനം ഞാൻ ശരി പറയൂ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ ഒരു അറബി ഇവിടെ വന്ന് പറയൂ? നിങ്ങൾ ആരെങ്കിലും ബുദ്ധിക്ക് തോന്നുന്നുണ്ടോ? ഒരാള് ലക്ഷക്കണക്കിന് ആളുടെ സ്റ്റേജ് മുന്നിൽ വന്നിട്ട് ഈ നമ്മളെ മിസറിലെ ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി അടക്കമുള്ള സ്റ്റേജ് വന്ന് അബുദാബിയിലെ അവിടുത്തെ മന്ത്രിന്റെ മോൻ വന്നിട്ട് പറയാണ് ഇപ്പൊ ഞാൻ പറയുന്നത് ശരിയല്ല, കുറച്ച് കഴിഞ്ഞ് ഞാൻ ശരി പറയൂ. ഇങ്ങനെ ഒരു അറബി പറയൂന്ന് നിങ്ങൾ ആരെങ്കിലും ബുദ്ധിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോളി, കുഴപ്പമൊന്നുമില്ല. കോഴിക്കോട്ട് പല സെന്ററുകളും ഉണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, എന്നാ ഇനി നിങ്ങൾക്ക് കേളോ, ഇയാള് പറഞ്ഞല്ലോ എന്ത്? ഇന്നാള് പറഞ്ഞതുപോലെ പറഞ്ഞില്ലേ? എന്നാ അയാളിത് വായിക്കുന്നത് എങ്ങനെയാ? അയാളിത് വായിക്കുന്നത് ഇങ്ങനെയല്ല കേട്ടോ. അയാൾ വായിക്കുന്നത് വേറൊരു കോലത്തിലാ. ഇയാള് വായിച്ചതും തെറ്റാണ്, മറ്റേ ആൾ വായിച്ചതും തെറ്റാ. ശരിക്കും നോട്ട് ചെയ്ത് വെച്ചോ. ഇയാള് വായിച്ചത് അന വാദിഉ സഹീഹി ഫീ ഖിതാമീന, എന്നാലോ ഉള്ളതെന്താ? അനൽ വാദിഉ സഹീഹി ഫീ ഖിതാമിഹിന, അൽ വാദിഉന. അപ്പൊ ഇയാൾ വായിച്ച തെറ്റ്. ഇനി മറ്റേ ആളെന്താ വായിക്കുന്നത് കേട്ടോളൂ, അത് അതിനേക്കാളും രസമുള്ളതാണ്, ഞാൻ കേൾപ്പിച്ചു തരാം. ഇയാൾ വായിച്ചു അന വാദിഉ സഹീഹി ഫീ ഖിതാമി. അതിന്റെ മുമ്പ് ഇയാൾ എന്താ വായിച്ചത്? ഫഹാദാ സനദും മിന്നി വ അന വാദിഉ സഹീഹി ഫീ ഖിതാമി. ഫഹാദാ സനദും മിന്നി എന്നാ വായിച്ചത്. എന്നാ മറ്റേ ആൾ എന്താ വായിക്കുന്നത്? കൂരിയാട്ടുകാരൻ എങ്ങനെ വായിക്കറിയോ? ഫഹാദാ സനദും മിന്നി അന. അയാൾ വായിച്ചത് ഫഹാദാ സനദും മിന്നി അന.
الواضع صحيح في ختامه ഫഹാദാ സനദും മിന്നി അന ചുക്കുമു ലഗുദി പല്ലി. ചുക്ക് മുളക് തീപ്പല്ലിയാട്ടോ. ചുക്ക് മുളക് തീപ്പല്ലിയാണ്. അത് ഒരാൾ വായിച്ചതാണ്. എന്ത്? ചുക്കുമു ലഗുദി പല്ലി. നല്ല മരുന്നായി ഒരു പല്ലി. പിന്നെ ചുക്കുമോ അതെവിടെയും കിട്ടുന്നില്ല. ലഘുതി ഒരു മരുന്ന് പിടിയില്ല, പല്ലീനെ കിട്ടിയ നമ്മളെ ചികിത്സ. സംഗതി ചുക്ക് മുളക് തീപ്പല്ലീന. ഇത് മാതിരി ഉണ്ട്. വൈസ് ചാൻസലറാണ് കേട്ടോ. الواضع صحيح في ختامه. ഇതിന്റെ സാക്ഷീകരണം ഞാൻ അതിന്റെ അവസാനം ചെയ്യുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പൊ കണ്ടോ, ഇയാൾ അർത്ഥം എന്താ? ഇയാൾ അർത്ഥം അതിന്റെ സാക്ഷീകരണം ഞാൻ അവസാനം ചെയ്യുന്നുണ്ട്. മറ്റേ അർത്ഥം ഫഹാദാ സനദും മിന്നി വ അന വാലിഉ സഹീഹി ഫീ ഖിതാമി. ഏറ്റവും അവസാനം ഞാൻ ശരി പറയുന്ന, ഇപ്പം പറയുന്നത് ശരിയല്ല. ഇപ്പൊ ഞാൻ പറയുന്ന കളവാണ്. ഞാൻ കുറെ കഴിഞ്ഞിട്ട് നേര് പറയും. ശരി, ഞാൻ പിന്നെ പറയുന്നുണ്ട്. ഇത് ഏതാ മുസ്ലിമീങ്ങൾ വിശ്വസിക്കണ്ടേ? ഏതാ വിശ്വസിക്കേണ്ടത്? ഈ കണ്ണാടിപ്പറമ്പ് പറഞ്ഞതോ കൂരിയാട് പറഞ്ഞു? ഏതാ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? രണ്ടർത്ഥം വെച്ചിട്ടുണ്ട്. ഇനിയൊന്ന് ആ ഇതാ താറവാ രണ്ടും അർത്ഥം വെക്കാൻ പറ്റൂല അല്ലേ? എന്നായിരിക്കും ഒരു ഇതാ താറവായി പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ. ഇനി അടുത്തത്, അപ്പൊ വാദി വായിച്ച തെറ്റ്. ഒരാൾ പറഞ്ഞ അർത്ഥമല്ല മറ്റേ ആൾ പറഞ്ഞു. ഇനി മറ്റൊന്ന് മറ്റേ ആൾ വായിച്ചത് സനദും മിന്നി, അതാ സനദും മിന്നി. ഇങ്ങനെയാണ് കണ്ണാടിപ്പറമ്പ് വായിച്ചത്. എന്നാ അവനെ കൂരിയാടൊന്ന് വായിക്കട്ടെ. ഇയാൾ വായിച്ചത് കുടുംബ സനദാണ്. അയാൾ വായിച്ചത് ഫഹാദാ സനദും മിന്നി അന അൽ വാദിഉ സഹീഹി ഫീ ഖിതാമി. അനൽ വാദിഉ സഹീഹി ഫീ ഖിതാമി എന്നുള്ള സ്ഥലത്താണ് ഹാദാ സനദും മിന്നി അന ചുക്കുമു ലഗുദി പല്ലി. ഇവർക്കാ നമ്മൾ സനദ് ഫോണിൽ വായിച്ചു കൊടുക്കേണ്ടി. എങ്ങനെ നമ്മൾ ഫോണില് സനദ് വായിച്ചു കൊടുക്കണ്ട്. എന്നാൽ ഈ സനദ് ഇവർക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ട് അന്ന് അറബികൾ എന്നെ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തിന്. എന്നാ അതൊന്ന് കേട്ടൂടെ? പഠിക്കൂല എന്ന് ഉറപ്പ്. പഠിക്കൂല. സനദ് ഫോണിൽ കിട്ടുകയും വേണം. ഇനി സുഹൃത്തുക്കളെ, ശരിയായ വായന എങ്ങനെയാ? അത് നമ്മൾ അവിടുന്ന് അറബി തന്നെ വായിച്ചിട്ടുണ്ട്. നമ്മളല്ല, അയാൾ സേഫ് തന്നെ ഒരാളെ കൊണ്ടുവന്നിട്ട് വലിയൊരു പണ്ഡിതനെ കൊണ്ട് വായിപ്പിച്ചിട്ടുണ്ട്. അന്ന് വായിച്ചു കൊടുത്താ, അന്ന് കേൾപ്പിച്ചു കൊടുത്താ. فهذا سند مني أنا الواضع صحيحي في ختامه. അപ്പൊ കണ്ടോ, فهذا سند مني أنا الواضع صحيحي في ختامه. ഇങ്ങനെയാണ് അത് വായിക്കേണ്ടത്. നമ്മൾ അങ്ങോട്ട് തീർച്ചയായിട്ടും എന്താക്കാനാ? നമ്മൾ സനദും തീർച്ചയായിട്ടേണ്ടി വന്നു. പുതിയൊരു പരിപാടിയാണ്. ഇതുവരെ സനദ് കൊടുക്കുന്നവരെ തീർച്ചയായിട്ടല്ല. ഇനി സുഹൃത്തുക്കളെ, അടുത്തത് ഇയാള് ഈ ശൈഖിനെ കുറ്റം പറയുന്ന കേട്ടോളി. എന്തിനാണ് ഇങ്ങനത്തെ വയ്യാവേലി വലിച്ചിട്ടത്? ഞാനതാ പറഞ്ഞത്. പൂർണ്ണമായി ഈ ഉസ്താദിന്റെയും പാണക്കാടങ്ങളെയും പൊരുത്തക്കേടാണ്. എനിക്ക് കേട്ടോളി, കേട്ടോളി. ഇയാള് പറയുന്നത് അറബി വായിച്ചത് അത് മൂപ്പര് പറയുന്നുണ്ട് വ്യാജമായ ഒരു സനദാണിത്. അറബി പഠിച്ചവരില്ലേ, അറബി പഠിച്ചവർക്ക് തിരിയൂ. ആരാ പറയുന്നത്? കൂരിയാടേ. അത് വെച്ചു കൊടുത്താ പോലെ. ഇത് അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയാണ്. അത് ഈ അദ്ദേഹം പ്രഖ്യാപിച്ചതിൽ തന്നെ വ്യക്തമാണ്. അന ഫഹാദാ സനദും മിന്നി അന. മാത്രമല്ല, ഇത് ഒരു വ്യാജനിർമ്മിതമായ സനദാണ് എന്ന് തോന്നുന്നതാണ് ഇവിടുത്തെ ഇബാറത്ത്. അല്ലാഹു അലം. സനദും മിന്നി പറഞ്ഞാൽ എൻ്റെ വകയായിട്ടുള്ളൊരു സനദാണെന്നാ. എൻ്റെ സനദാണെന്ന് പറയാൻ അറബി പഠിച്ചവരാണ് കുറേ ആൾക്കാർ സനദി എന്നാ പറയേണ്ടത്. ഫഹാദാ സനദും മിന്നി, എൻ്റെ വകയായിട്ടുള്ളൊരു സനദാണ് അന. അനയും കൊണ്ട് കൂടി ഇനി ആരെന്താക്കേണ്ടത്? പിന്നെ അറബി അറിയുന്നവർക്ക് അറിയാം സനദീന്നാ പറയേണ്ടത്. എന്തായി പറയുന്നത്? സുഹൃത്തുക്കളെ, എനിക്ക് ഒരാള് സനദ് തന്നു. എന്നാൽ അത് എന്റെ സനദോ തന്ന ഉസ്താദിന്റെ സനദോ? ആരെ സനദാ? എന്റെ കയ്യിലുള്ള സനദ് ഉസ്താദിന്റെ സനദോ എന്റെ സനദോ? ആരതാ പറ? എന്റെ സനദ്, എന്റെ സനദാണ് എനിക്ക് ഉസ്താദ് തരുന്നത്. അപ്പൊ സ്വാഭാവികമായും കൊടുക്കുന്ന ആള് സനദി എന്ന് പറയാൻ പറ്റുമോ? എന്റെ സനദ് എന്ന് പറയാൻ പറ്റും. കാരണം മൂപ്പര് മറ്റേ കൊടുക്കല്ലേ. അപ്പൊ കൊടുക്കപ്പെടുന്ന ആളതല്ലേ സനദ്. ഇപ്പൊ നിങ്ങൾ സനദ് ദാന സമ്മേളനം എത്ര കാലായി നടത്തുന്നു? പട്ടിക്കാട് സനദ് ദാന സമ്മേളനം കാലത്തിരി ഇതുവരെ എന്താ സനദ് എന്ന് പഠിച്ചില്ല. അപ്പോ
സനദ് വാസ്തവത്തിൽ എന്നിട്ട് വ്യാജാണ് എന്നല്ലേ ആ ശൈഖിനെ പറ്റി പറഞ്ഞ്. എന്ത് ഞാൻ തോന്നിയാസൊന്നും എന്റെ കൂടിപ്പോണ്ട. ഫഹാദാ സനദും മിന്നി, ഇത് ഞാൻ കൊടുക്കുന്ന സനദാണ്. ഞാൻ ആരാ അതാദ്യം പറയാ, എന്നെ തിരിയാണ്ടായി പോണ്ട. അനൽ വാദിഉ സഹീഹി ഫീ ഖിതാമി വമുഖയ്യിദു ഇസ്മി ഹുനാ ലിബയാനിഹി വഇലാനി الدكتور الشيخ أحمد بن النحري عماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ محمد بن السيد الورع المدقق العلامة الشيخ أحمد بن الإمام العالم العامل سيدي حسن ഇങ്ങനെ മൂപ്പര് ആരാണെന്ന് പരിചയപ്പെടുത്തുക. ആ പരിചയപ്പെടുന്ന മൂപ്പര പേര്, മൂപ്പര ഉപ്പാന്റെ പേര്, ഉപ്പാന്റെ പേര് ഇങ്ങനെ പറയാ. ഈ ഉപ്പാന്റെ പേരിന് എന്താ പറയാ? അതും തിരിഞ്ഞില്ല. അതിന് നസബ എന്നാ പറയാ. ഉപ്പാന്റെ പേര് അൻസാബ്, നസബ. അപ്പൊ ഉപ്പ 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 ഇങ്ങനെ നസബ പറയാൻ. ഞാൻ ആരാണ് എന്നാ ആദ്യം പരിചയപ്പെടുത്തി. എനിക്കിത് കൊടുക്കാൻ യോഗ്യത ഉണ്ടോ ഇല്ലേ? അത് വേണല്ലോ. എന്തെങ്കിലും ഒന്ന് മനസ്സിലാണ്ടേ. ഒരാധാരം അല്ലെങ്കിൽ ഒരു കേസ്, ഒരു ഫയൽ, ഒരു വക്കീലന്മാരുണ്ടാവൂലേ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ, ഒരു കേസ് കൊടുക്കുമ്പോ ആ കേസിന് ആദ്യം ഒന്ന് ടൈറ്റൽ, പിന്നെ ബോഡി, പിന്നെ പ്രയർ. അതെന്താ? ടൈറ്റൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്, എന്റെ വിഷയം എന്താണ്, ഓക്കെ. രണ്ടാമത്തത് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം, പ്രയർ എന്ന് പറഞ്ഞാൽ എന്താ അപേക്ഷിക്കുന്നത്. ഇങ്ങനെ ഓരോന്നിനും ഉണ്ടാവും. അപ്പൊ സെനത് കൊടുക്കുമ്പോ സെനത് കൊടുക്കുന്ന ആൾ ആരാണ് എന്ന് ടൈറ്റിൽ പറയാൻ. ആ ടൈറ്റിൽ അദ്ദേഹം പറഞ്ഞു എവിടം വരെ പറഞ്ഞു? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി വരെ. ഉപ്പാപ്പമാരിൽ സഹാബിയുണ്ട്, മൂപ്പര വാപ്പയും സഹാബി. അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉപ്പാപ്പമാരെ പേര് അതാ സയ്യിദിന റാഫി ബിൻ മാലിക് ബിൻ അജ്ലാൻ അസ്ബഖി അവ്വൽ മൻ അസ്ലമ മിനൽ അൻസാർ അഹദു സിത്ത അഹദു ലിസ്നാസർ അഹദു സബഈൻ മിൻ അഹ്ലി ബൈഅത്തിൽ അഖബത്തിൽ ഊലാ വസാനിയ الذي اختاره سيد الخلق صلى الله عليه وسلم نقيبا من نقباء الانصار رضي الله عنهم. അൻസാരികളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നുഖബാകളിൽ തെരഞ്ഞെടുത്ത ബയ്യത്തുൽ ഉഖബയിലും ബയ്യത്തുൽ ഉലയിലും ബയ്യത്തുൽ അഖബത്തി സാനിയിലും എല്ലാം പങ്കെടുത്ത പ്രത്യേകം 70 സഹാബത്തിന് പ്രത്യേകത, 12 വേറെ, 6 വേറെ, അതിലൊക്കെ പെട്ട ആളാണ് ഉപ്പാപ്പ. അങ്ങനെ ഉപ്പാപ്പമാരെ നസബ ആദ്യം തന്നെ മഹാനവറുകൾ പറയുകയാണ് സനദില്. ശരിക്കും മനസ്സിലാക്കണം. എന്നിട്ടോ ഇയാളെന്താ പറഞ്ഞേ? ബാപ്പാന്റെ സനതാണ്. ഇയാളെ കുടുംബത്തിന്റെ കുടുംബത്തിന് ആരെങ്കിലും സനത് കൊടുക്കൽ? കുടുംബത്തിന് സനത് എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇയാളെ കുടുംബത്തിന്റെ സനതൊന്ന് പറയട്ടെ. സനദേ കുടുംബത്തിന് സനതുണ്ടോ? ഇയാൾ എന്നെ പറയുന്നുണ്ട് ഇതിൽ മക്കളാണ് സാക്ഷി ഒപ്പിട്ടത് ശേഷം. അപ്പൊ ബാപ്പ ആരാന്നുള്ളതിന് മക്കൾ സാക്ഷി. എങ്ങനെ ബാപ്പ ആരാന്നുള്ളതിന് മക്കൾ സാക്ഷിയാകുക? നല്ല കോലായി. ബാപ്പ ഇന്നാളാന്നുള്ളതിന് ഇന്നാളെ മോനാണ് എന്റെ ഉപ്പ എന്നുള്ളതിന് മോൻ സാക്ഷിയാകുക. അങ്ങനെ മോന് സാക്ഷിയാൻ പറ്റുന്ന സംഗതി അത് എന്തേ പറ്റിപ്പോയത്? ഇരിക്കട്ടെ, എനിക്ക് കേട്ടോളി. അപ്പോ ഇയാൾക്ക് ഇതെന്താ സംഗതി ഇതെന്നെ മനസ്സിലായില്ല. പണ്ടാര് പറഞ്ഞ പോലെ, പണ്ട് ഉമ്മ പറയുന്നുണ്ട് കുറുക്കൻ ആമനെ കിട്ടിയ പോലെ. കാരണം ഇതെന്തെങ്കിലും ചെയ്യാൻ കഴിയണ്ടേ? ഇതുപോലെ ഇവർക്ക് എന്താ സെനത് ഇത് മനസ്സിലായില്ല, ഇതിലെന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ല, ഒരു സംഗതി മനസ്സിലായില്ല. ഞാനാണെങ്കിൽ എന്ത് ചെയ്യാനാ? അതുവരെയുള്ള ഞാൻ പരിഭാഷപ്പെടുത്തി കൊടുത്തിരുന്നു. ഇതിങ്ങ് വന്നപ്പോ പിന്നെ എല്ലാ ആലിമികളും വന്നു ഞാനാണ് അത് വീടല്ലേ, അവിടെ ഞാൻ എല്ലാം മാറി. എന്നെ ഇതിവർ ആദ്യം തന്നെ പറഞ്ഞ അന്ന് തന്നെ ഞാൻ പരിഭാഷപ്പെടുത്തി കൊടുക്കുന്നു. ഇരിക്കട്ടെ. ഇനിയോ? ഇനി ഞാൻ ഇപ്പൊ ചോദിച്ച ചോദ്യം ശരിക്കും മനസ്സിലാക്കണേ. കൂരിയാട് നദി വായിച്ചത് ഒരു നിലക്ക്, കണ്ണാടിപ്പറമ്പ് വായിച്ചത് വേറെ നിലക്ക്. ഇത് രണ്ടാൾ വായിച്ചതിൽ ഏതാ ശരി? രണ്ടാൾ പറഞ്ഞ അർത്ഥവും രണ്ട് ഏതാ ശരി? ഇതിന്റെ മറുപടി സമുദായത്തോട് പറയണം. ഇനി ഇയാള് പറയുന്നുണ്ട്, ഇനി ബാക്കിയുള്ള സാധനം വരും. ഞാൻ സെനത് തീർത്തും വായിച്ചു വെപ്പിച്ചു. എല്ലാ സെനതും ഞാൻ തന്നെ തരും. പിന്നെ ഉസ്താദ് അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാനില്ല ഇറങ്ങാത്തത്. എല്ലാവർക്കും ഇവർ 10 സെനത് ഞാൻ തന്നെ കൊടുക്കാം. എനിക്ക് കേട്ടോളി. അടുത്തത് എന്താ സംഗതി അറിയോ? ഇയാള് പറയുന്നത് ഈ കാന്തപത്തിന്റെ കയ്യിൽ ഇത് കിട്ടിയതിന് ഞമ്മക്ക് പൊറുതി കേടൊന്നുമില്ല. ഞങ്ങളെ പിന്നെന്താ പ്രശ്നമുള്ള അയാളെന്നെ പറയാന് ഞങ്ങൾക്കില്ല എന്നുള്ളതാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു വാചകം, അവർക്ക് കൊടുത്തില്ല എന്നുള്ളതാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു വാചകം. ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഫാക്കപ്പെട്ട ഒരു മുടി വന്നെത്തി എന്നതുകൊണ്ട് നമ്മളൊരു പൊറുതികേടും കാണിക്കേണ്ട ആവശ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പൊറുതിയോട് കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ആർക്ക് വേണ്ടി ഈ പൊറുതിയോട് കാണിക്കുന്നത്? മുന്നണിക്ക് വേണ്ടിയാ? അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോൾ ഒരു മുന്നണിയിൽ പങ്കെടുക്കുമ്പോൾ മറ്റേ ആളും കൂടി വോട്ട് ചെയ്യേണ്ടി വരും. ഇത് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടിയാണോ? നിങ്ങൾക്ക് വേണ്ടി ഒരു പൊറുതിയുടെ ആവശ്യമില്ല നിങ്ങൾ പറയും. ഉണ്ടാക്കിയ വള്ളി നിങ്ങൾക്കായിരിക്കും നിങ്ങൾ തന്നെ പറഞ്ഞു. പിന്നെ ആർക്ക് വേണ്ടി ഈ പൊറുതി ഇടുക? നമുക്ക് സമുദായത്തിന്റെ ചോദ്യമാണ്. ചോദിക്കുന്നത് ഞാനായിപ്പോയി എന്നുള്ളൊരു മറുപടി പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇനി രണ്ടാമത്തെ ഇവര് പറയുന്നുണ്ട്, അതെന്താ അതൊന്ന് കേൾക്കാൻ. മുടികളിൽ ഏറ്റവും കൂടുതൽ മുടി കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ്. ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിൽ മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് അയാൾ പറയാം. ഞാൻ ചോദിക്കുന്നത് അത് ഏത് കിതാബിലാണ് ഉള്ളത്? അതിനെന്താ സനദ്? ഏറ്റവും കൂടുതൽ തുർക്കിയിലാണ് മുടിയുള്ളതെങ്കിൽ അതിന്റെ സനദ് എന്താണ്? ഏത് കിതാബിലാ ഉള്ളത്? അവിടെ എത്ര മുടിയുണ്ട് പറ. 35 മുടി. 35 മുടി സൂക്ഷിച്ച സ്ഥലം എന്റെ കയ്യിൽ കിതാബിനുണ്ട്. ഞാൻ ചോദിക്കുന്നത്, തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ പറഞ്ഞല്ലോ, ഏത് കിതാബിലാ ഉള്ളത്? അവിടെ എത്രയാ ഉള്ളത്? സനദ് വായിക്കും. സനദ് വായിക്കും. ആ 2 മറുപടി പിന്നെ ഇതുകൊണ്ട് തീർക്കുന്നൊന്നുമില്ല, വായിക്കട്ടെ. അടുത്തത് ഞാൻ പറയാ, ഖുസ്തന്തീനിയ 34 മുടി. ഞാൻ നേരത്തെ പറഞ്ഞ 35 അത് തിരിച്ചു. 34 മുടി. അല്ലാസാറുൻ നബവിയ അഹ്മദ് തൈമൂർ ഗ്രന്ഥം നോക്കിക്കോ. നിങ്ങൾ പറഞ്ഞു എവിടെയാന്ന് പിന്നെ ചോദിക്കണ്ട, ഇപ്പൊ തന്നെ പറയാം. ഇനി പറയട്ടെ, അതാ ഇയാള് കാരണം പറയുന്നുണ്ട് പൊറുതികേടിന്റെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഈ ഹമീദ് ഫൈസി പറഞ്ഞതുപോലെ ഹസ്റജി ഫാമിലിയിൽ ഒരു മുടിയുണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവന്ന് കൊടുത്തു. ഞങ്ങൾക്കൊന്നുമില്ല. മനസ്സിലായില്ലേ? ഞങ്ങൾക്കൊന്നുമില്ല. ഇനി സുബ്ഹാനല്ലാഹ്, ഇയാള് പറയുന്ന കേട്ടോളി. ഈ വായിച്ച സനത് തന്നെ മുടിയുടെ സനതാണ് എന്ന് പറയത്തക്ക രീതിയിൽ ജനാബ് എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. മുടിയുടെ സനതാണെന്ന് പറയത്തക്ക രീതിയിൽ എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. അതെന്താ അവിടെ അങ്ങനെ പറഞ്ഞേ? മുടിയുടെ സനതാണെന്ന് എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു എന്ന് പറഞ്ഞൂടെ? ഈ പറയത്തക്ക രീതിയിൽ നാക്കി എന്തിനാ? അത് പറയണോ? അത് പറയണം. എന്തിനാ അങ്ങനെ പറഞ്ഞ വാചകം? അത് പറയണോ? ഇനി അടുത്തത്, മുടിയുടെ സനതാണെന്ന് പറയത്തക്ക രീതിയിൽ മുടി കൊടുക്കുമ്പോൾ പിന്നെ തലയെക്കെട്ടിന്റെ സനത കൊടുക്കുക. എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർക്ക് എന്താ പറ്റിയത്. മുടി കൊടുക്കുമ്പോൾ പിന്നെ തലയെക്കെട്ടിന്റെ സനത അന്നേരം കൊടുക്കുക, മുടിയുടെ സനതല്ലോ കൊടുക്കുക. അതിലാർക്കാ സംശയം? എനിക്ക് കേട്ടോളി, ഇയാളിന്റെ ഒരു സമസ്തന്റെ കറാമത്ത് പറയും. ഇവർ കറാമത്തോടൊക്കെ കളിച്ചിട്ട് ഈ പുത്തൻവാദികൾ കറാമത്തിനെ ചോദ്യം ചെയ്യാൻ കാരണമാകിയത് മുഴുവനും ഇവരുടെ അറിവ് കേടല്ലേ? ഇയാൾ സമസ്തന്റെ കറാമത്ത് കേട്ടോളി. ഹക്കാണെങ്കിൽ നമ്മൾ അയാളുടെ ഭാഗത്ത് മുടിയുണ്ടെങ്കിൽ നമുക്കൊന്നുമില്ല. പക്ഷേ അല്ലെന്ന് ബോധ്യപ്പെടുന്ന കിതാബ്, വ്യക്തമായ രേഖ, ഒരു സംശയവുമില്ലാത്ത രേഖ, അസ്റാറുൽ ആസാരിൻ നബവിയ്യ എന്ന കിതാബാണിത്. ഈ കിതാബ് പ്രസിദ്ധീകരിക്കുന്നത് ഈ മുടി കൊടുത്തു എന്ന് പറയുന്ന അഹ്മദ് ഇബ്നു മുഹമ്മദ് ഖസ്റജിയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഇത് സമർപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവായ മരിച്ചുപോയ മഹാനായ മുഹമ്മദ് ഖസ്റജിക്കാണ്. ഈ കിതാബ് സമർപ്പിക്കുന്നത് ഇലാ റൂഹ് അൽ മഗ്ഫൂരി ലഹു ബിഇദ്നില്ലാഹി തആല സമാഹത്തുൽ അല്ലാമ അൽ ഇമാം അശ്ശൈഖ് മുഹമ്മദ് അൽ ഖസ്റജി, പിതാവിനാണ്. തുബിഅ അലാ നഫഖത്തി ബിനിഹി അഹ്മദ്, അയാളുടെ മകൻ മുഹമ്മദ് ഖസ്റജിയുടെ മകൻ അഹ്മദിന്റെ ചെലവിലാണ് ഈ കിതാബ് അടിച്ചത്. മാത്രമല്ല ഇതിന്റെ പ്രിന്ററും പബ്ലിഷറും ഇസ്താറാത്തു സാഹത്തിൽ ഖസ്റജിയ എന്ന ഖസ്റജി ഫാമിലിയുടെ പ്രത്യേകമായ പ്രസാധന വിഭാഗമാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോ സമസ്തന്റെ കറാമത്ത് ഇത് തന്നെയാണ്. ഏത്? അഹമ്മദ് ഖസ്റജി കിതാബ് പ്രസിദ്ധീകരിച്ച സമസ്തന്റെ കറാമത്താണ്. അതെന്ത് കറാമത്ത്? എനിക്ക് മനസ്സിലായില്ല. ഇനി മറ്റൊന്ന്, ഇനി ശേഷം വരുന്ന കാര്യം ഞാൻ കേൾപ്പിക്കൂ. ഞാൻ ഇവരെ പ്രസംഗം ശരിക്ക് കഷ്ണാക്കിയിട്ട് തീർച്ചയായിട്ടും തീരുമാനിച്ച അവിടെ നിങ്ങൾ ദൂരെ നിന്നൊന്നും ആരും ബുദ്ധിമുട്ടാണ് ഞാൻ ഈ മൂലയെ കൊണ്ടുപോയി വെച്ച്. കാരണം ഇവർക്ക് സനത് ഫോണിൽ വായിച്ചു കൊടുക്കണം. ഇവർക്ക് എന്തൊക്കെ ഒന്ന് തിരിയണ്ടേ? ശരിക്കും കേട്ടോളി.
അപ്പൊ എന്താ പറഞ്ഞത്? അഹമ്മദ് ഖസ്റജി അയാളെ ചെലവിൽ പ്രസിദ്ധീകരിച്ച കിതാബാണ്. നമുക്ക് തർക്കമില്ല കേട്ടോ, അഹമ്മദ് ഖസ്റജി അത് പ്രസിദ്ധീകരിച്ച കിതാബാണ്. എന്നാൽ ഇത് ഇയാൾ പറയുന്നതിന് മുമ്പ് കൂരിയാട്ടുകാരൻ വേറൊന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇയാള് തന്നെയും പറയുന്നുണ്ട്. അതെന്താ ശരിക്കും മനസ്സിലാക്കണം. പ്രസിദ്ധീകരിക്കുന്ന കിതാബിൽ, ഈ ആവശ്യത്തിന് വേണ്ടി എഴുതിയ കിതാബിൽ എന്ന് പറയുന്നത്. പിന്നെയോ എന്റെ ആൾ പറയാൻ പോകുന്നത് എന്താ? ഈ ആവശ്യത്തിന് വേണ്ടി എഴുതിയ കിതാബിൽ എവിടെയും അവരുടെ കുടുംബത്തിലുള്ള ഒരു മുടിയുടെ കാര്യം പറയാത്തത് എന്തുകൊണ്ട് എന്നാ ശേഷം ചോദിക്കുന്നത്. ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പൊ ഈ ആവശ്യത്തിന്, അതായത് അവിടെ അബൂദാബിയിൽ സൂക്ഷിച്ച മുടിയുടെ വിഷയം പറയാൻ വേണ്ടി എഴുതിയ കിതാബ് എന്നാണ് ധ്വനി, അല്ലെങ്കിൽ ആധാറിനെ പറ്റി പറയാനുള്ള കിതാബ് എന്നാണ് ധ്വനി. രണ്ടർത്ഥത്തിനാണ് ഇഹ്തിമാലുണ്ട്. ഇഹ്തിമാലായിട്ട് പറയാം. എന്നാൽ എന്നിട്ട് അയാൾ ചോദിക്കാണ്, ഭയങ്കര ചോദ്യം ചോദിക്കുന്നത്. ചോദ്യം അറിയോ? എന്നിട്ട് ഈ കിതാബിൽ എന്തേ ഇത് പറയാത്തത് എന്നാ. ഇത് കേൾക്കുന്ന ആൾക്ക് എന്ത് തോന്നും? ഈ കിതാബ് എഴുതിയത് അഹമ്മദ് ഖസ്റജിയാണ് എന്ന് തോന്നും. അഹമ്മദ് ഖസ്റജി അവിടുത്തെ ആധാറ് പറയാനാണ് എന്നും തോന്നും. ഇത് തോന്നിപ്പിക്കാനാണ് ഇയാൾ ഇത്രയും ശ്രദ്ധിക്കുന്നത്. ഈ ആവശ്യത്തിന് വേണ്ടി എഴുതിയ കിതാബിൽ എന്ന് പറയാൻ. പിന്നൊന്ന്, മറ്റൊരു സ്ഥലത്ത് ഈ കൂരിയാട് പറയുന്നുണ്ട് അഹമ്മദ് ഖസ്റജിയുടെ കിതാബിൽ. അപ്പൊ ഉറച്ചല്ല മൂപ്പർ എഴുതിയാണ്. വസാലിമാമിന്റെ കിതാബിന്റെ വസാലിമാം എഴുതി തന്നെ പറയാ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പച്ചക്കള്ളം പറഞ്ഞിട്ട് അത് സമസ്തന്റെ കറാമത്താണ്. അതാ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ശരിക്കും കേട്ടോളി. ഇയാളെ ചോദ്യം കൂടി ഒന്ന് വരട്ടെ, വെച്ചു കൊടുക്ക്. അഹമ്മദ് ഖസ്റജിയുടെ ചെലവിൽ പ്രസിദ്ധീകരിക്കുന്ന കിതാബിൽ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഈ ആവശ്യത്തിന് വേണ്ടി എഴുതിയ കിതാബിൽ, ഈ ആധാറുകൾ പ്രചരിപ്പിക്കാനും ആധാറിന്റെ തബറുക്ക് പറയാനും പ്രചരിപ്പിച്ച കിതാബിൽ 2009 ഈ കഴിഞ്ഞ 3 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച് തബഅത്തു സാലിസ്, അതിനു മുമ്പുള്ളത് ബഹാവുദ്ദീൻ ഉസ്താദിന്റെ അടുത്തുണ്ട് അതിന്റെ കോപ്പി. അങ്ങനെ പ്രസിദ്ധീകരിച്ച ഈ കിതാബിൽ എവിടെയും അവരുടെ കുടുംബത്തിലുള്ള ഒരു മുടിയുടെ കാര്യം പറയാഞ്ഞത് എന്തുകൊണ്ട്? അതാണ് ചോദ്യം. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇതല്ലേ ആദ്യം പറയേണ്ടത്? ഇതാണ് അതിശയമായ സംഗതി. അപ്പൊ കറാമത്ത് തുടങ്ങിയിട്ട് ചോദ്യത്തുമ്പിലെത്തി. കറാമത്ത് എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ് ചോദ്യമായത്. എന്നാ ഈ ചോദ്യത്തിൽ ഈ ആവശ്യത്തിന് വേണ്ടി എഴുതിയ കിതാബ്, ഏതാവശ്യത്തിന് വേണ്ടി ആരെഴുതിയ കിതാബ് പറയണ സമുദായത്തോട്? ആരെഴുതിയ കിതാബ് ഏതാവശ്യത്തിനുണ്ട് എഴുതിയത്? ആധാറുകൾക്ക് മൊത്തത്തിൽ ബഹുമാനമുണ്ടെന്ന് പറയാൻ ലബനാനിലെ ഒരു പണ്ഡിതൻ എഴുതിയ കിതാബ്, UAE പണ്ഡിതനല്ല, ഏതോ ഒരു ലബനാൻ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലബനാൻ. അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് ഖസ്റജി എന്നല്ല. ആരാ ഇത് എഴുതിയത്? എന്തിനു മൂടി വെച്ചു മൗലവിമാരെ? എന്തിന് ഇദ്ദേഹത്തിന്റെ പേര് മൂടി വെച്ചു? നിങ്ങൾ ഇതിന്റെ ചട്ടമ്മിൽ ആരാ എഴുതിയെന്ന് എഴുതിയിട്ടില്ലേ? നിങ്ങൾ എന്തിനു മൂടി വെച്ചു? സമുദായത്തിന് എന്തിനു കബളിപ്പിച്ചു? അബിൽ ഫളിൽ ഇമാദുദ്ദീൻ ജമീൽ ഹലീം അൽ ഹുസൈനി റഈസ് ജമിയത്തുൽ മശായിഖ് സൂഫിയ. ഇത് എഴുതിയ ആളെ പേരാണ്. നിങ്ങൾ ഇവിടെ കബളിപ്പിച്ചത് എന്താ? അഹമ്മദ് ഖസ്റജി എഴുതിയ കിതാബ് എന്നല്ലേ? അഹമ്മദ് ഖസ്റജിന്റെ കിതാബ് നിങ്ങൾ പറഞ്ഞില്ലേ? ഞാൻ കേൾപ്പിച്ചു തരാം. ഇതാ കറാമത്ത്. കബളിപ്പിക്കലും കള്ളം പറയൂല കറാമത്ത്. ഇനിയോ ഈ മുടി ഇവിടെ കൊണ്ടുവന്നെടുത്ത ഡോക്ടർ അഹമ്മദിന്റെ കിതാബാണ്. ബാക്കി വിവരങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നെ വഴിയെ വരുന്ന ആളുകൾ സംസാരിക്കും. ഷെയ്ഖ് അഹമ്മദിന്റെ കിതാബാണ്. കിതാബ് കൈപിടിച്ച് പറയാൻ. അപ്പോ ഷെയ്ഖ് അഹമ്മദിന്റെ കിതാബാണ് എന്ന് ഒരു സമുദായത്തെ കബളിപ്പിച്ചു നിങ്ങൾ. ഇതിന്റെ ചട്ടപ്പുറത്ത് പേരില്ലേ? ഷെയ്ഖ് അബുൽ ഫളിൽ ഇമാദുദ്ദീന്റെ കിതാബ്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം ഇവർ ചെയ്ത കബളിപ്പിക്കല്. എന്നിട്ടോ ഞാൻ പറയട്ടെ, ഇവരെ ചോദ്യം എന്താ? ഈ ആവശ്യത്തിന് വേണ്ടി എഴുതിയ കിതാബിൽ അവരുടെ കുടുംബത്തിലെ മുടി എന്തുകൊണ്ട് പറഞ്ഞില്ല? ആരെ കുടുംബത്തിലെ? ഇത് എഴുതിയ ആളെ കുടുംബത്തിലെ മുടിയാ? ഇത് എഴുതിയ ആള് ഇവരെ കുടുംബക്കാരനാ? ഈ എഴുതിയ മുസന്നിഫ് ഈ അഹമ്മദ് ഖസ്റജിയുടെ കുടുംബക്കാരനാ? എങ്കിൽ തെളിവ് പറ. കുടുംബത്തിലെ നിങ്ങൾ പറഞ്ഞില്ലേ കുടുംബത്തിലുള്ള മുടിയുടെ കാര്യം എന്തേ പറയാൻ ഞാൻ ചോദിച്ചില്ലേ? പണ്ട് ഒരാള്, നിങ്ങൾക്ക് ഓർക്കാതിരിക്കാൻ കൂടി പറയാം. ഒരു ഉദാഹരണം, ഒരാള് എന്ത് ചെയ്യുന്നറിയോ? അയാളൊരു പുസ്തകം ഇങ്ങനെ വായിച്ചെടുക്കും. പുസ്തകത്തിൽ കണ്ട് വാതരോഗത്തിന് ഇരുമ്പ് ചൂടാക്കി വെച്ചാൽ നല്ലതാണ്. ഉമ്മാക്ക് തീരെ സുഖമില്ലാണ്ട് ഉള്ളിൽ കിടക്കുന്നത്. ഇയാള് വേഗം പോയിട്ട് എന്ത് അറിയോ? ഒരു നല്ല കൊടുവാള് അതുപോലത്തെ ഒരു സാധനം കൊണ്ട് ഇരുമ്പ് ചൂടാക്കിയിട്ട് ഉമ്മാന്റെ കാൽമരം കൊണ്ട് വെച്ചു.
ഉമ്മ നിലവിളിച്ച ആൾക്കാരൊക്കെ ഓടി വന്ന് ഉമ്മാനോട് എന്താന്ന് ചോദിച്ചു. ഒന്നും എന്റെ മോനെ ചെയ്യരുത്, മോനെ ഇതുവരെ ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് എന്തോ സംഭവിച്ചു, പക്ഷെ എന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. എന്താ എന്റെ മകൻ ഇരുമ്പ് ചൂടാക്കിയിട്ട് എന്റെ കാലിന്റെ മുട്ടുമ്പോ കൊണ്ടുവന്ന് വെച്ചു, എന്നെ പൊന്നുപോലെ നോക്കുന്ന മോന. അപ്പോ ആൾക്കാരൊക്കെ പറഞ്ഞു, എന്താണിടോ നീ ചെയ്ത പണി, നിങ്ങൾക്ക് എന്ത് പറയുന്നത്, ഉമ്മാനെ കൊണ്ട് ഞാൻ എത്ര സഹിന്നറിയോ, ഇങ്ങനെ ചികിത്സിക്കുന്നു. ഇപ്പൊ എനിക്കൊരു പുസ്തകം കിട്ടി, ആ പുസ്തകത്തിൽ ഞാൻ വായിച്ച് ഇരുമ്പ് ചൂടാക്കി വെച്ചാൽ വാതരോഗം മാറും. ഞാനൊരു കൊടുവാൾ കൊണ്ടുപോയി ചൂടാക്കിയിട്ട് ഉമ്മാന്റെ കാൽമ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. ഇവർ ചോദിച്ചു അങ്ങനെ ഒരു പുസ്തകം, ആ കൊണ്ടുവന്നു. പുസ്തകം വാങ്ങി നോക്കും, പുസ്തകത്തിൽ ഇത് കാണിച്ചു കൊടുത്ത ഇയാള് നോക്കുമ്പോണ്ട് അങ്ങനെ ഉണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്തും എല്ലാം മറിച്ചു നോക്കി, ഇതെന്താണ്. അപ്പൊ ഇതിന്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്, ഇത് കന്നുകാലികളുടെ ചികിത്സയാകുന്നു, ഇത് കന്നുകാലികളുടെ ചികിത്സയാകുന്നു. തുടക്കത്തിലുള്ള ഇവര് നോക്കിയില്ല, ഇവൻ ഈ ഉമ്മാന്റെ പ്രശ്നത്തില, അതിന്റെ അപ്പുറം ഇപ്പുറം നോക്കിയില്ല. ഇതുപോലെ കാന്തപുരത്തിൽ എതിർക്കണോന്നല്ലാതെ അതിന്റെ അപ്പുറം ഇതാരാ എഴുതിയെന്ന് ഇവർ നോക്കിയില്ല. ഇതാരാ എഴുതിയെന്ന് ആദ്യം നോക്കണ്ടേ. ഇത് അഹമ്മദ് ഹസ്രജിന്റെ കിതാബ് അല്ല കുട്ടികളെ, അല്ലെ സുഹൃത്തുക്കളെ, അല്ലെ മൗലവിമാരെ, ഇത് വേറൊരാളെ കിതാബാ. ഈ കിതാബ് നിങ്ങൾ എന്തിന് അഹമ്മദ് ഹസ്രജിന്റെ കിതാബ് എന്ന് പറഞ്ഞത്? ഇത് മുസ്ലിം സമുദായത്തെ വഞ്ചിക്കലല്ലേ. ഇനിയോ വേറെന്താ? ഇനിയോ ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നുവെച്ചാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ അഹമ്മദ് ഹസ്രജി അയാളാണ് ഇത് അച്ചടിക്കാൻ വേണ്ടി പൈസ കൊടുത്തിട്ടോ, അത് ഈ തന്നെ ഉണ്ട്. എന്ത് ഈ അച്ചടിക്കാൻ പൈസ കൊടുത്തത് ബിനഫഖത്തി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് പൈസ കൊടുത്തത്. ഇതിന്റെ മുകളിൽ ഇത് പ്രസിദ്ധീകരിച്ചതും അദ്ദേഹത്തിന്റെ കമ്മിറ്റിയാണ്, അത് ഇതിലുണ്ട്. പക്ഷേ ഇമാം ഗസാലി റളിയല്ലാഹുവിന്റെ കിതാബ് അച്ചടിക്കാൻ വേണ്ടി ഞാൻ പൈസ കൊടുത്താൽ പറയാ, ഞാൻ ഇഹ്യാ ഉലൂമുദ്ദീൻ അച്ചടിക്കാൻ വേണ്ടി പൈസ കൊടുത്താൽ എനിക്ക് ആ ഇഹ്യയിൽ എന്തും കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? പ്രസിദ്ധീകരിക്കുന്നതോ കുറ്റ്യാടി പബ്ലിക്കേഷൻസാ, എന്നാ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ഗസാലി ഇമാം കണ്ട ഷാഫി സഖാഫിന്റെ CD ഇറക്കാണ് കുറ്റ്യാടി പബ്ലിക്കേഷൻസ്, ഞാൻ അതിന്റെ ചെയർമാനാന്ന് കൂട്ടിക്കോളി, ഉദാഹരണം. എന്നാ എനിക്ക് അയാളെ പ്രസംഗത്തിൽ വേറെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ഒരു പുസ്തകത്തിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഷെയ്ഖ് അഹമ്മദ് സത്യസന്ധനാണെന്നും മഹാനാണെന്നുമുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള മുടിയെക്കുറിച്ച് ഇതിലൊരക്ഷരം കൂട്ടിച്ചേർത്തില്ല എന്നത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയുടെ തെളിവാണ്. നിങ്ങളെപ്പോലെ ദുനിയാവിന് വേണ്ടി നടക്കുന്ന ആളല്ല അദ്ദേഹം. ഇനിയോ ശരിക്ക് പറയണം, ചില കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും, ജനങ്ങൾ തെറ്റിദ്ധരിക്കൂലേ? ഇനി സുഹൃത്തുക്കളെ ഞാൻ പറയാം, എന്താ ഇത് അവിടെ മുടി ഉണ്ടായിരുന്നില്ല. ഷെയ്ഖ് മുഹമ്മദ് ഹസൻ ഹസ്രജി അവിടുത്തെ ഔഖാഫിന്റെ മന്ത്രിയുണ്ടല്ലോ, അയാളെ കാലത്ത് അവിടെ മുടി ഉണ്ടായിരുന്നില്ല എന്ന് സമർത്ഥിക്കാണ് അയാളൊന്ന് പറയട്ടെ, എന്താ പറയുന്നത് ഞാൻ ആദ്യമൊക്കെ പറയാ. അവിടെ റബീഉൽ അവ്വൽ മാസത്തിൽ ചില മൗലവിമാർ പോയിനല്ലോ, അന്നേരം മുടി കണ്ടിട്ടില്ലല്ലോ. റബീഉൽ അവ്വൽ മൗലൂദിന് വന്നവർക്കെല്ലാം ഇങ്ങനെ മുടി കാണിച്ചു കൊടുക്കണമെന്നുണ്ടോ? എന്നാ വാസ്തവത്തിൽ അവിടെ മുടി പ്രദർശിപ്പിക്കാറുള്ളത് റമളാൻ 23-ാം രാവാണ്. എല്ലാ കൊല്ലം 23-ാം രാവ കാണിക്കുക. അപ്പൊ റമളാൻ 23-ന് കാണിക്കുന്ന മുടി റബീഉൽ അവ്വലിൽ പോയപ്പോ കണ്ടിട്ടില്ല. അതാ കാര്യമായ ഒരു തെളിവ്. അത് മഹാനായ മുഹമ്മദ് ഹസ്രജ് മരിക്കുവോളം, വഫാത്താകുവോളം ഉണ്ടായിട്ടില്ല എന്നതിന് വ്യക്തമായ സാക്ഷികൾ ആദർശേരി ഹംസക്കുട്ടി മുസ്ലിയാരെ പോലെയുള്ള ഒരു അല്ലാമ എന്ന് വിളിക്കാവുന്ന നിറഞ്ഞ പണ്ഡിതനാണ്. അദ്ദേഹത്തെ പോലെയുള്ള കാളാവ് സൈദലി മുസ്ലിയാരെ പോലെയുള്ള അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആലിമീങ്ങൾ തന്നെയുണ്ട്, പ്രവർത്തകരുണ്ട്. അവരൊക്കെ മുഹമ്മദ് ഹസ്രജി വഫാത്താകുന്നത് വരെ റബീഉൽ അവ്വലിലെ മൗലൂദുകളിൽ പങ്കെടുക്കുന്നവരാണ്. അങ്ങനെയൊക്കെ പങ്കെടുത്തിട്ടും അവിടെയൊന്നും ഈ അഹമ്മദ് ഇപ്പൊ അടുത്ത കാലത്ത് പ്രദർശിപ്പിച്ചത് അല്ലാതെ ആ ഫാമിലിയിൽ മുടി പ്രദർശിപ്പിച്ചിട്ടില്ല. അപ്പൊ കേട്ടില്ലേ, ഇവര് മൗലിദിന് പോകുമ്പോ മുടി പ്രദർശിപ്പിക്കും. ഇവര് മൗലിദിന് പോകുന്ന സമയത്ത് ഞങ്ങൾ മുടി പ്രദർശിപ്പിക്കുന്നു അവർ പറഞ്ഞു. അവർക്ക് ഉദ്ദേശിച്ച സമയത്തല്ലേ അവര് പ്രദർശിപ്പിക്കുക. അപ്പൊ മുടി കാണാത്തതുകൊണ്ട് മുടി ഉണ്ടാവില്ല എന്ന് തീരുമാനം. സുബ്ഹാന ജല്ല ജല. ഇനിയിപ്പോ അഹമ്മദ് ഹസ്രജി ചിലപ്പോൾ ഭാര്യ ഉണ്ടാവില്ല, കാരണം അവരെ ചിലർ കണ്ടിട്ടില്ല. ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ. അതെ, ഇനി എന്താ ഞാൻ പറയാ, ഞാൻ വിളിച്ചു ഇന്നലെ ടെലിഫോൺ ചെയ്തു. ആരെ? അൽഹംദുലില്ലാ, ഉസ്താദ് അവരുടെ ബർക്കത്ത് അല്ലാഹു തആലത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് നമ്മളെ യൂസുഫ് അലി സാഹിബ്, അല്ലാഹു അദ്ദേഹത്തിന്റെ ബർക്കത്ത് ചെയ്യട്ടെ, അദ്ദേഹത്തിന്റെ ബാപ്പക്കും ഉമ്മക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ, എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു, നിങ്ങളെ അബുദാബിയിൽ UAE-യിലെ ഗവൺമെന്റിന്റെ ഗസ്റ്റായിട്ട് ഇവിടെ ഇറക്കാൻ വിചാരിക്കുന്നത് എന്താ പറയാനുള്ളത്?
ഞാൻ പറഞ്ഞു ഞാൻ ഉസ്താദിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, ഞാൻ ഉസ്താദിനോട് ചോദിക്കാതെ നിങ്ങളോട് പറയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് നിങ്ങളെ കടലാസ് നിങ്ങൾ ശരിയാക്കുന്നത്, എന്റെ കടലാസ് ഞാൻ ശരിയാക്കണം, അതിനാ അതബ് എന്ന് പറയാം. അങ്ങനെ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞാൽ ഞാൻ എന്നോട് ചോദിച്ചിട്ട് തന്നെയാണ് പേര് കൊടുത്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, അന്നും എനിക്കറിയാം സുലൈമാൻ ഫറദിനെ, എനിക്ക് എത്രയോ കാലഘട്ടമായിട്ട് അറിയാം. അവിടുത്തെ വലിയൊരു പണ്ഡിതനാണ് സുലൈമാൻ. ഒരുപാട് കിതാബ് രചിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഹസൻ ഖസറജി മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ മുഫ്തിയാണ്. ആ സുലൈമാൻ ഫറദിനെ ഇന്നലെ ഞാൻ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, മുഹമ്മദ് ഹസൻ ഖസറജിയുടെ കാലത്ത് അവിടെ മുടി പ്രദർശിപ്പിക്കാറുണ്ടോ, ബറക്കത്തെടുക്കാറുണ്ടോ, ആ ശൈഖിന്റെ കാലത്ത് അതുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറയുന്ന മറുപടി കേട്ടോളി. السلام عليكم. عليكم السلام ورحمة الله وبركاته. كيف حالك سيدنا؟ الحمد لله بارك الله فيك. أنا الأخ الشيخ عبد الرحمن الثقافي الهندي. أنا كنت ضيف مع الشيخ خليفة في السنة الماضية في رمضان. نعم يا ألف مرحبا. التقينا الحمد لله. الحمد لله. متعارفين. الشيخ أنا من تلامذة الشيخ أبي بكر. هل كان الشعر موجود، شعر مبارك موجود في بيته أم لا؟ هذا هو الذي أنا أريد أن أعلم. يعني أنتم عايزين سند الشعر، عايزين السند اللي هي موجودة من أي لون ولا المطلوب؟ لا، هذا الشعر شعر مبارك موجود في بيت الشيخ أحمد. هل هذا موجود في زمان الشيخ محمد حسن الخزرجي أم لا؟ هذا هو السؤال. نعم كانت موجودة. نعم موجودة. نعم. وهم يظهرون ويتبركون به في حياة الشيخ محمد حسن الخزرجي. نعم نعم. صحيح. جزاك الله. കണ്ടോ? അപ്പൊ അബൂദാബിയിലെ ഷെയ്ഖ് മുഹമ്മദ് ഹസൻ ഖസറജി മന്ത്രിയായിരുന്ന സമയത്തുള്ള മുഫ്തി സുലൈമാൻ ഫറജ് നിഷേധിക്കാൻ കഴിയും. അദ്ദേഹത്തെ ഇന്നലെ രാത്രി ഞാൻ ടെലിഫോൺ ചെയ്ത് ചോദിച്ചാണ്. കാരണം എന്റെ ജീവിതത്തിൽ എനിക്ക് ഹക്കാണെന്ന് ബോധ്യപ്പെടാത്ത ഒരു വിഷയം എന്റെ ജീവിതത്തിൽ ഞാൻ പറയാറില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്നെ എന്റെ ഉസ്താദ് കാന്തപുർ ഉസ്താദ് പഠിപ്പിച്ചത് അങ്ങനെ. ഉസ്താദ് വേറെ ചിലതൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒന്നും രണ്ടൊന്നല്ല. ഇനി സുഹൃത്തുക്കളെ, അപ്പൊ ചോദിക്കട്ടെ, വേറെ ഒരു അല്ലാമുണ്ട് എന്നാ ആ അല്ലാമാനോട് നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം ഒന്ന് ചോദിച്ചു പഠിച്ചുകൂടായി? നിങ്ങൾ ഈ അല്ലാമാനോട് ചോദിക്കാൻ ഇതിന്റെ അർത്ഥം വെച്ച് ഇനി അടുത്തത് ഇവര് പറയുന്നുണ്ട്. ഇനി അബ്ദുൽ ഖാദർ ജീലാനി വഴിക്കാണ് സനദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും പൊളിഞ്ഞു. അബ്ദുൽ ഖാദർ ജീലാനി വഴിക്ക് ഇങ്ങനെ ഒരു സംഗതി വന്നതില്ല. ഇനി ആണെങ്കിൽ ഈ പറഞ്ഞത് കളവാണെന്നും പറയണം. അബ്ദുൽ ഖാദർ ജീലാനി വഴിക്ക് ഇങ്ങനെ ഇല്ല എന്ന് ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? ഉണ്ട് എന്ന് എവിടെ പറഞ്ഞു? രണ്ടിനും തെളിവ് പറയണം. ഉണ്ട് എന്ന് എവിടെ പറഞ്ഞു എന്നുള്ളതിനും തെളിവ് പറയണം. ഇല്ല എന്ന് പറഞ്ഞു തന്നെ ആരും തെളിവ് പറയണം. നിങ്ങൾ ഇനി വായിക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് സംഗതി തന്നെ ഇരിക്കില്ല. അതിൽ പറഞ്ഞ എന്താന്ന് വെച്ചില്ല, അതിൽ ഏത് സനദാണെന്ന് പറഞ്ഞില്ല, അതാരാ എഴുതിയൊന്നും വെച്ചില്ല, ഒന്നും മനസ്സിലായില്ല. ഇതിനുള്ള കൊണ്ട് കളിക്കണ്ട. ഇനി അബ്ദുൽ ഖാദർ ജീലാനി മുഖേന എന്ന് സുന്നി വേഴ്സിലുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അതുണ്ടോ എന്നുള്ളത് നിങ്ങൾ അഹമ്മദ് ഹസൻ ഖസറജി ജീവിച്ചിരിപ്പില്ലേ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടോളൂ. ഇവിടെ ആർക്കാ കുഴപ്പം? ഞാൻ പറഞ്ഞു വരുന്നത്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഓരോരോ പൊല്ലാപ്പ് പോയി തേണ്ടിയത്? ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? അപ്പൊ ജീലാനി മുഖേന എന്നത് പൊളിഞ്ഞു. എങ്ങനെ പൊളിഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകും. എങ്ങനെ പൊളിഞ്ഞത് ആണെങ്കിൽ ഇപ്പറഞ്ഞത് കളവാണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏത് പറഞ്ഞത് കളവാണോ? ഒന്നും കളവാണ്ടിയില്ല. ഒന്നും കളവാണ്ടിയില്ല, വെറുതെ പറഞ്ഞാൽ മതി. ഇനി അടുത്ത് വായിക്കണോ? അടുത്ത് വെക്കണം. മൂപ്പരെന്താ പറയുക? ഈ ഖസറജിന്റെ ഫാമിലി തന്നെ മുടിയില്ല. അങ്ങനെ കേട്ടാ തോന്നും ഖസറജും കഷണ്ടിയാന്ന് തോന്നും. ഒപ്പം തന്നെ ഈ ഖസറജി ഫാമിലിയിൽ മുടിയില്ല എന്ന് മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിന്റെ 11ാം പേജിൽ മുടിയുള്ള രാജ്യങ്ങൾ പറയുന്നുണ്ട്, എണ്ണിപ്പറയുന്നുണ്ട് കുറേ രാജ്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മുടി സഹാബത്തിന്റെ ഇടയിൽ വിതരണം ചെയ്യാനുള്ള കാരണം, അതിന്റെ പിന്നിൽ ഉൾക്കൊണ്ട തത്വം എന്താണെന്ന് വിവരിച്ചുകൊണ്ട്, അത് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവൻ ബറക്കത്തെടുക്കാൻ, അങ്ങനെയുള്ള ആളുകൾക്ക് ബറക്കത്തെടുക്കാൻ വേണ്ടിയാണ് ഒഴിവാക്കിയതെന്നതിന്റെ ഹിക്മത്ത് പറഞ്ഞുകൊണ്ട് വഹാഹു മുസ്സഹാബത്തു യഹ്തഫിദൂന ബിശഅരിഹി ശരീഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഫഹാദാ യളഉ. ഇവിടെയാണ്
നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു രംഗം അതെന്താന്ന് ചോദിച്ചാൽ, ഈ അവര് വായിക്കുന്ന കിതാബ്, നമ്മൾ കൊണ്ടുവന്ന കിതാബല്ല, അവര് വായിക്കുന്ന കിതാബില് വഗൈരിഹാ മിൻ ബിലാദില്ലാഹി എന്ന വാചകം പച്ചയായി കട്ടുവെക്കുന്നത് സ്ക്രീനിൽ കാണാം. കിതാബിന്റെ കയ്യിലുണ്ട്. ശരിക്കും മുജാഹിദീങ്ങൾ പണ്ട് കട്ടില്ലേ, നാദാപുരത്തിൽ ആ കട്ടില്ല, അതുപോലെ കട്ടത് വായിക്കുമ്പോ ശ്രദ്ധിച്ചോ, ശരിക്കും കേട്ടോളി. എന്ന് സഹാബത്ത് ഉപയോഗിച്ചിരുന്ന രീതി. ചിലർ ദഫൻ ചെയ്തു, ചിലർ അവരെ തൊപ്പിയിൽ തുന്നിച്ചേർത്തു, ചിലത് അവരെ യാലിന്റെ ബറക്കത്തെടുക്കാൻ വേണ്ടിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബറക്കത്ത് മുസ്ലിമീങ്ങൾ തുടരുകയാണെന്ന് പറയുന്നതിന്റെ ഭാഗമായി ഇതിന്റെ ഗ്രന്ഥകർത്താവ് പറയുന്നു, വൽ മുസ്ലിമൂന ഫീ മിസ്ർ, ശ്രദ്ധിച്ചു കൊള്ളണം, ഫീ മിസ്ർ വസൂരിയ വലബനാൻ വൽ ഉർദുൻ ജോർഡാൻ വൽ ഇറാഖ് വഫലസ്തീൻ വൽ യമൻ വൽ മഗ്റബ് മൊറോക്കോ വലിബിയ والجزائر الجيريا والسودان وتركيا باكستان وبنغلاديش ومكة المكرمة والمدينة المنورة. ഈ രാജ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ കിതാബ് പ്രസിദ്ധീകരിച്ച ഇമാറാത്ത് പറഞ്ഞിട്ടില്ല. അവിടെ അതിന്റെ ബാക്കി വഗൈരിഹാ മിൻ ബിലാദില്ലാഹ്, അത് കട്ടുവെച്ചതല്ലേ മൗലവി? വഗൈരിഹാ മിൻ ബിലാദില്ലാഹ് എന്തുകൊണ്ട് വായിച്ചില്ല നിങ്ങൾ? അർത്ഥം ഈ കിതാബ് പ്രസിദ്ധീകരിക്കുന്നത് വരെ ഇമാറാത്തിൽ ഒരു ഫാമിലിയുടെ കയ്യിൽ മാത്രമല്ല, ഇമാറാത്ത് എന്ന രാജ്യത്ത് തന്നെ മുടിയില്ല. ഒക്കെ കസണ്ടി. ഞാൻ ചോദിക്കട്ടെ, വഗൈരിഹാ മിൻ ബിലാദിൽ എന്തുകൊണ്ട് വായിച്ചില്ല നിങ്ങൾ? വൽ മദീനത്തിൽ മുനവ്വറ, നിങ്ങൾ വായിച്ച മുഴുവൻ സ്ഥലങ്ങളും വൽ മദീനത്തിൽ മുനവ്വറ, മദീനത്തുൽ മുനവ്വറയിലുണ്ട് വഗൈരിഹാ മിൻ ബിലാദില്ലാഹ്, അല്ലാഹുവിന്റെ നാടുകളായ അതല്ലാത്ത ഒരുപാട് നാടുകളിലുണ്ട് എന്ന് പറഞ്ഞത് മനഃപൂർവ്വം കട്ടുവെച്ചില്ലേ നിങ്ങൾ? എന്തിന്? ഈ മുടി അല്ലാഹുവിന്റെ റസൂലിന്റെ ഏതെല്ലാം വരുത്തി തീർക്കാൻ. കക്കുന്നതിനും ഇല്ലൊരു മര്യാദ. കക്കാൻ തീരുമാനിച്ചാൽ തന്നെ